ആളുകളെ, ബൈബിൾ മിഷന്റെ ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഒറ്റ വാക്കിൽ എല്ലാവരെയും ആശംസ പറഞ്ഞുകൊണ്ട് അതിന്റെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ലോക സമാധാനവും പശ്ചിമേഷ്യയിലെ അശാന്തിയും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സെമിനാർ സംഘടിപ്പിക്കുന്നത്. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ഇങ്ങനെ പറഞ്ഞു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു തന്നെ സമാധാനം നൽകാനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം നാം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറയുന്ന വാക്യങ്ങളുണ്ട്. അവൻ സമാധാന പ്രഭുവാണ് എന്ന് അവർ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശു പറയുന്നു: ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിച്ചു പോകരുത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം ലോകത്ത് സംഭവിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ പറയുന്ന സംഭവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കീരമൻ കാളിദാസ പഠനത്തിൽ വന്നിട്ടുണ്ട്. 1400 പേരുടെ ഒരു വലിയ യോഗം YMC വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പാട്ട് പാടി: യേശുവേ നിന്റെ രൂപമീന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ആ പാട്ടിപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കാലിച്ചായനോട് പറഞ്ഞു, മനോഹരമായ ക്രിസ്ത്യൻ ഗാനങ്ങൾ അറിയാവുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവൻ നമ്മുടെ സമാധാനം എന്ന് കർത്താവിനെ കുറിച്ച് പറയുകയാണ്. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ നയപ്രമാണം എന്ന ശത്രുത്വം അവന്റെ ജഡത്തിൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വെച്ച് ശത്രുത ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും തന്റെ ക്രൂശീകരണത്തിലൂടെ ഒന്നാക്കി തീർത്തു. ഇന്ന് വർഗീയ വിപ്ലവങ്ങൾ, ജാതീയ കലഹങ്ങൾ ലോകമെന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശ് എന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിലൂടെ വർഗീയ വിപ്ലവങ്ങളും ജാതീയ കലഹങ്ങൾക്കും അറിവുവരുത്തി. അതാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് മനസ്സിലാക്കി തരാൻ കഴിയുന്നത്. ലോകത്തിൽ സ്നേഹത്തിന്റെ കൊടി, ആ ലോകത്തെ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ കൊണ്ടുവരുവാൻ യേശുക്രിസ്തുവിന്റെ സിദ്ധാന്തങ്ങൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ ഭൂമിക്കായുള്ള അവകാശവാദങ്ങൾ പ്രകടമാവുകയാണ്. ദൈവത്തിന് മുഖവശമില്ല. യുദ്ധം അവസാനിക്കണം. യുദ്ധം നഷ്ടവും നാശവും മാത്രമാണ് ഉണ്ടാക്കുന്നത്. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത് വേഗം അവസാനിപ്പിക്കുന്നതിനും നമുക്കറിയാം, മഹാനായ മഹാത്മാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം 5, 6, 7 അധ്യായങ്ങൾ, ശ്രദ്ധേയമായ ഗിരിപ്രഭാഷണം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനുമുള്ള യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ് മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചത്. അതുകൊണ്ടാണ് അഹിംസയുടെ മാർഗം അദ്ദേഹം തെരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീരുന്നത്. അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്ക് വേണ്ടി, നീഗ്രോകൾക്ക് വേണ്ടി വെള്ളക്കാരോട് സമരം ചെയ്ത മാർട്ടിൻ ലൂതർ കിങ് എന്താണ് നടത്തിയത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിലും യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ് അദ്ദേഹത്തെയും സ്വാധീനിച്ചത്. യേശുക്രിസ്തു ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സൗന്ദര്യയുടെയും ആൽരൂപമാണ്. ആ കർത്താവായ യേശുക്രിസ്തു പിറന്ന മണ്ണാണ് പലസ്തീന്റെ മണ്ണ്. ഇവിടുന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെയാണ് അതിവേഗം ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്യേണ്ടതിനാകട്ടെ രാജ്യസഭയുടെ അഭിമാനമായിരുന്ന, കേരളത്തിന്റെ അഭിമാനമായിരുന്ന പ്രിയപ്പെട്ട PJ കുര്യൻ സാറുകളെ സ്വാഗതം ചെയ്യുന്നു. അതിനായി ക്ഷണിക്കുന്നു. അഭിനന്ദനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആഗോള സഭയുടെ സെക്രട്ടറി
ആരാധനായ സ്വാഗതം പറയാം. പ്രാർത്ഥന നടത്തിയ വൈദികരായ ഫാദർ എസ് പ്രസംഗകരുണ്ട്. ഈ തോമസ് തോപ്പിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തോമസ് മാമൻ, ഞാൻ എല്ലാവരുടെയും പേര് യൂണിയൻ ദൂരമുണ്ട്. നമ്മുടെ രാഷ്ട്രീയമുള്ളവരാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ പേരെയാണ് എത്തിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും ഈ സമ്മേളനം എന്താണ്? ഇവിടെ നമ്മുടെ പാസ്റ്റർ തോമസുകുട്ടിയാണ് ഈ സമ്മേളനത്തിന്റെ കാരണക്കാരൻ. വളരെ ആനുകാലികമായ ഒരു വിഷയമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരി, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വലിയ ആൾക്കൂട്ടം വരുന്നതും കാര്യമില്ല. ഒരു ചെറിയ ചർച്ച പോലെയാണ്. കാര്യമാത്ര പ്രസക്തമായ ആളുകളെയാണ് അഭിമന്യ തിരുമേനിയുടെ മകനീയ സാന്നിധ്യത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും അവരവരുടെ പൊസിഷനിൽ തന്നെ വളരെ പ്രസക്തമായി പ്രശസ്തരും അവരവരുടെ പൊസിഷനിൽ തന്നെ അറിയപ്പെടുന്നവരുമായ സ്വന്തമായ വ്യക്തിത്വമുള്ള എല്ലാവരും, സ്വന്തമായ അഭിപ്രായമുള്ളവർ, അത് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും, വ്യത്യസ്തമായ സഭകളിൽ നിന്നുള്ളവർ, അതുപോലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നല്ല ഹൈന്ദവ സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപക്ഷെ ഹൈന്ദവ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യാൻ കേരളത്തിലെ ഒന്നാമതൊരാളെ എടുത്താൽ കിട്ടുന്ന ആളാണ് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ സമ്പന്നമായ ഒരു സദസ്സാണ്. ആ സദസ്സില് ചർച്ച ചെയ്യുന്നത് വളരെ ആധികാരികമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തില് ഒരു ആധ്യാത്മിക കാഴ്ചപ്പാടിലൂടെ തോമസുകുട്ടി സംസാരിക്കും. ഒരു ആധ്യാത്മിക കാഴ്ചപ്പാടിലാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരു യൂട്യൂബിൽ ഒരു സുവിശേഷകന്റെ പ്രസംഗം കണ്ടു. ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ആമോസ് പ്രവാചകന്റെ 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യം കൂട്ടി പറഞ്ഞു. അതിൽ 6-ാമത്തെ വാക്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു തരുന്നത് ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞത് നടക്കുന്നതാണ്, ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളായി നടക്കുന്നത്. അതുപോലെ അദ്ദേഹം ഈ 6-ാം വാക്യം കോട്ട് ചെയ്ത് പറയും. അപ്പൊ അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ബൈബിൾ തുറന്ന് 6-ാം വാക്യം, ആമോസിന്റെ 6-ാം വാക്യം ഞാൻ നോക്കിയപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കോട്ട് ചെയ്ത് ശരിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നു, അതായത് ഗാസയുടെ അതിക്രമങ്ങളിലുള്ള ഞാൻ
അവർക്കുള്ള ശിക്ഷ മടക്കുകയില്ല. ഞാൻ അവരുടെ ഉള്ളിൽ ദാസരുടെ ഉള്ളിൽ തീ കത്തിക്കും. ബൈബിളിൽ പറഞ്ഞ തീ കത്തിക്കും. അവർ ബദ്ധന്മാരെ സോദോമിന് കൊടുക്കാൻ സുശേഷം പറഞ്ഞത് സൗദി അറേബ്യ കൊടുക്കാൻ വേണ്ടി ബദ്ധന്മാരെ കൈക്കലാക്കിയിരിക്കും. അവർക്കുള്ള ശിക്ഷ ഞാൻ മടക്കി വയ്ക്കും. അവർക്കുള്ള ശിക്ഷ ഞാൻ മടക്കി വയ്ക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ ശിക്ഷ കൊടുക്കും. ഇത് വായിച്ചപ്പോഴേ ഈ വാസ്തവത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായി. അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഇതെല്ലാം ബൈബിൾ പറഞ്ഞ് നടക്കുക എന്ന് പറയേണ്ട അർത്ഥമില്ല. നിങ്ങളാരും പറയും പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോഴേ അതൊക്കെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഇന്നവേറ്റബിളായി നടക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞ കാര്യമാണ് ഈ നടക്കുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ല. നമ്മൾ അതിനോട് ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. അമേരിക്കക്കാര് അല്ലെങ്കിൽ ഇവരാരും സമാധാനത്തിന് ചോദിച്ചിട്ടും കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതാ പറഞ്ഞ എനിക്കൊരു കൺഫ്യൂഷനായി ഉണ്ടായത്. ഇപ്പോഴേ നമ്മുടെ ഹോസ്പിറ്റൽ പ്രസംഗിച്ചപ്പോഴാണ് അതിന്റെ മറുവശമാണ് ഹോസ്പിറ്റൽ. അതായത് സമാധാന പ്രഭുവായ യേശുക്രിസ്തു ജനിച്ച യെരൂശലേമിൽ അവിടെ സമാധാനമാണ് വേണ്ടിയത്. ഗാസായിൽ പറഞ്ഞിരിക്കുന്ന പഴയ നിയമം, ബൈബിളിൽ രണ്ട് ഭാഗമുണ്ട്, പഴയ നിയമവും പുതിയ നിയമം. പുതിയ നിയമം വന്നപ്പോൾ പഴയതിലെ നിയമങ്ങൾ പലതും ഇല്ലാതായി. ഉദാഹരണം, പഴയ നിയമകാലത്ത് യാഗമുണ്ടായിരുന്നു, ജന്തുക്കളെ യാഗം കഴിക്കുമായിരുന്നു. ഹിന്ദുമതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ പിതാവായ അബ്രഹാം, ദൈവം തെരഞ്ഞെടുത്ത, എനിക്ക് അറിയാമായിരിക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിനുണ്ടായിരുന്നു. ദൈവം പറഞ്ഞത് നിന്റെ മകനെ കൊണ്ട് യാഗം കഴിക്കാനാണ്. അബ്രഹാം മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയി അവിടെ യാഗപീഠമെല്ലാം ഉണ്ടാക്കി തീ കത്തിക്കാൻ നേരം കത്തിയെടുത്ത് കുഞ്ഞിനെ കൊന്നിട്ട് അതിലൊരുങ്ങിയപ്പോഴാണ് ദൈവം ഇടപെട്ട് ഒരു ആട്ടിൻകുട്ടിയെ കാണിച്ച് ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കാനാണ്. അപ്പൊ യാഗം എന്ന് പറയുന്നത്, എന്ത് യാഗം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലും യഹൂദന്മാരുടെയും അന്നുണ്ടാകുന്ന ബൈബിൾ അംഗീകരിച്ചു, ദൈവം അംഗീകരിച്ചു. പക്ഷെ പിന്നീടുള്ള മാറ്റമുണ്ടായതെന്ന് പറയുന്നത് യേശുക്രിസ്തു വന്നപ്പോൾ പഴയതിനെ എല്ലാം പുതുതാക്കി, പഴയ നിയമങ്ങളെല്ലാം മാറ്റി. ഈ യാഗങ്ങളൊന്നും ആവശ്യമില്ല. ഈ എല്ലാവരുടെയും യാഗത്തിന് വേണ്ടി, യാഗത്തിന് പകരമായി ഞാൻ ഒറ്റയാൾ എന്നെ യാഗം കഴിക്കും. അതെ, മനുഷ്യന്റെ എല്ലാ യാഗങ്ങൾക്കുമായി, മനുഷ്യരാരും യാഗം നടത്തുന്നു, അതിനെല്ലാം പകരമായി ഞാൻ യാഗം കഴിക്കുന്നു, ഞാൻ സ്വയം യാഗം. അങ്ങനെ ആരുടെയും യാഗം വേണ്ട എന്ന യാഗത്തെ മാറ്റി. അതുപോലെ പഴയ നിയമത്തില് ദൈവം ശിക്ഷിക്കുന്ന ദൈവമായിട്ടാണ് പഴയ നിയമത്തിലെ. ആ പഴയ നിയമത്തിലെ കാലഘട്ടത്തിലെയാണ് ആമോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ശിക്ഷിക്കുന്ന ദൈവമാണ് പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമ്മൾ പഴയ വായിച്ചാൽ നമ്മുടെ ഹിന്ദുവിസമാണ് ഒരുപാട് അടുപ്പമാണ്, മനസ്സിലായോ? പക്ഷേ ആ ശിക്ഷിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ ആ യേശുക്രിസ്തു പഴയ നിയമത്തെ സ്വീകരിച്ചു. അങ്ങനെയാണ് പുതിയ നിയമം ആയത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന നിങ്ങളാരും കൺഫ്യൂസ് ചെയ്തു പോകരുത്. കൺഫ്യൂസ് ചെയ്തിട്ട് ഇതെല്ലാം നടക്കേണ്ടതാ, ഇവരെല്ലാം കൊല്ലട്ടെ, അത് ബൈബിളിൽ പറഞ്ഞാണ് എന്നുള്ള ചിന്താഗതിയൊന്നും വെച്ചുകൊണ്ട് നടക്കണ്ട. യേശുക്രിസ്തു ഒന്ന് ലോകത്തിൽ പറഞ്ഞത് ഇവിടെ പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെയും അഹിംസയുടെയും സകലത്തിന്റെയും
ക്ഷമയുടെയും ത്യാഗത്തിന്റെയും ആയ സന്ദേശമാണ്. അതാണ് മഹാത്മാഗാന്ധി ഇവിടെ ശരിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ദിവസവും ഇത് വായിക്കുന്നു. അതുകൊണ്ട് പുതിയ ക്രിസ്തീയ ലോകത്തിലുള്ള പുതിയ ലോകം, പുതിയ നിയമം വരുന്നത് പുതിയ സന്ദേശമാണ്. അത് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും സമാധാനത്തിന്റെയുമാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ യൂട്യൂബ് ഈ പ്രസംഗിച്ച ആള് അതിൽ ദൂരമുള്ള ആള് ഇതൊന്നും കേട്ട് നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ദൈവം കെട്ടിവെച്ചാണ് നടക്കട്ടെ എന്നുള്ള ചിന്താഗതി തെറ്റാണ്. അതൊക്കെ അതല്ല യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് എല്ലാവരും. അതുകൊണ്ട് അത് ഞാൻ അമ്മമായി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരികയാണ്. അപ്പൊ ഇന്ന് വാസ്തവത്തില് ലോക സമാധാനം പശ്ചിമ ഏഷ്യയിലെ വാസ്തവത്തിൽ ലോക സമാധാനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് പശ്ചിമ ഏഷ്യ. ഇതെങ്ങനെ ഉണ്ടായി? ഇത് വാസ്തവത്തിൽ രണ്ടാം ലോകമായിട്ട് കഴിയുമ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ഉണ്ടാക്കി. അതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് കാര്യം ഞാൻ ചുരുക്കമായി പറയും. യഥാർത്ഥത്തിൽ യഹൂദന്മാർക്ക് അതൊരു സത്യമാണ്. യഹൂദന്മാർക്ക് ഇതായിരുന്നു ക്രിസ്തുവിന് മുമ്പ് AD 70 അത് നശിക്കപ്പെട്ടത്. ഈ പലസ്തീൻ പ്രദേശം അവരുടേതായിരുന്നു. ബൈബിളിൽ പറഞ്ഞിട്ട് ദാവീദാണ് ഈ ഇന്ത്യയിൽ വാങ്ങിയത്. 50 അന്നത്തെ കാലത്തെ 50 നാണയം ചെയ്ത് ദാവീദ് വാങ്ങിയത്, ദാവീദ് രാജാവ് വാങ്ങിയതാണ് യഹൂദന്മാരുടേതായിരുന്നു. പക്ഷേ അവരെ റോമ സാമ്രാജ്യത്തിന് ഒരുപാട് ആദ്യം മുതലേ അറിയാം. പല ആക്രമണങ്ങളുണ്ടായി. നെബൂഖദ്നേസറുടെ കാലത്ത് അവരെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി. ഒരുപാട് കഷ്ടപ്പാട് അവർക്കുണ്ടായി. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ അവരുടെ യഹൂദന്മാർ പറഞ്ഞു പിലാത്തോസ് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിലേക്ക് കൈ കഴുകി. അപ്പൊ യഹൂദന്മാർ പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ വരും, ഞങ്ങളുടെ മക്കൾ വരും എന്നൊക്കെ. അപ്പൊ വീണ്ടും ഇത് പ്രസംഗിക്കുന്നുണ്ട്. അത് ഞാൻ പറയാണ്, വീണ്ടും ഇത് പറയാണ്. അതായത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മക്കളുടെ ഇത് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഹൂദന്മാർക്കുണ്ടായ കഷ്ടപ്പാടെല്ലാം അങ്ങനെ അവർ തന്നെ വിളിച്ചു വരുത്തിയതാണ് എന്ന്. പക്ഷെ യഹൂദന്മാര് എന്തായാലും അവര് പറഞ്ഞുകൊണ്ടായാലും അല്ലെങ്കിൽ AD 70 ആക്രമിക്കപ്പെട്ട് യെരൂശലേം ദേവാലയം തകർത്തു. യെരൂശലേം ദേവാലയം തകർക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകരുമെന്ന്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ AD 70 റോമാക്കാര് തകർത്തു, യഹൂദന്മാരെ ഓടിച്ചു, ലോകം മുഴുവൻ ഓടിച്ചു. എവിടെ ചെന്നത് രക്ഷയില്ല. യഹൂദന്മാർക്ക് ആകെ കുഴപ്പമില്ലാത്ത സ്ഥലം എന്നറിയാം, ഇന്ത്യ മാത്രമാണ്. കേട്ടോ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ മാത്രമാണ് അവരെ സ്വീകരിച്ച് യാതൊരു കുഴപ്പമുണ്ടാക്കാതെ അവരെ ഈ കൊച്ചിയിലെ അവസാനം വരെ ഇപ്പോഴും അഞ്ചാറുണ്ട്. ബാക്കി എവിടൊക്കെ പോയോ അവിടെ എല്ലാം അവര് പോയ തുർക്കിയിലെ, ഇറാനിലെ, അറബ് രാജ്യങ്ങളെല്ലാം അവർക്ക് കഷ്ടതയായി. അവസാനം ജർമ്മനിയിലുണ്ടായിരുന്നവര് ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പർ വിട്ടുപോകുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ. അങ്ങനെ എന്നാൽ ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ത്യയിൽ വന്ന യഹൂദന്മാർ ചെറിയ നമ്പർ അന്ന് അവിടുന്ന് ഓടിപ്പോന്നു. ആ വന്ന യഹൂദന്മാർക്ക് യാതൊരു പീഡനമില്ലാതെ 2000-ഓളം വർഷം ഇവിടെ താമസിക്കുക ഇന്ത്യയിലെ അതുകൊണ്ട് വാസ്തവത്തില് ഞാൻ തിരുമേനിയിരിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും പറയുന്ന കാര്യമാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ ആ വലിയ സഹവർത്തിത്വം, ആ ടോളറൻസ്, എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ടോളറൻസ്, അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. സെന്റ് തോമസ് അത് പുറത്തേക്കാൻ പറയാം. സെന്റ് തോമസ് ഇവിടെ വന്നു. സെന്റ് തോമസ് വന്ന് കുറച്ചുപേരെ ക്രിസ്ത്യാനികളാണ്. വാസ്തവത്തില് ഇന്ന് ഓരോരുത്തരൊക്കെ ഓരോരോ അഭിപ്രായം കാണിക്കുന്ന സമയം എടുക്കുന്ന ഒരു ക്രിസ്ത്യാനികളോട് ക്ഷണിക്കത്തില്ല. പക്ഷെ ആ ചെറിയ ക്രിസ്തീയ സമൂഹം ഇവിടെ വളർന്നു.
അത് കഴിഞ്ഞ് രാജ്യത്വം വന്നു. രാജ്യത്വം വന്നപ്പം രാജാവ് തന്നെ, എനിക്ക് തോന്നുന്നു അന്നത്തെ രാജാവ് തന്നെ റെഡ് കാർപ്പറ്റ് സ്വീകരണം പോകും ഇല്ലേ? പ്രത്യേക സ്ഥലം കൊടുത്തു, പ്രത്യേക, അതാണല്ലോ സിറിയൻ കുടിയേറ്റം. 1600 ഞാനതിന് എത്രാം വർഷം വയ്ക്കുന്നത്? 670. ഞാൻ 2-3 യോഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. 1670 വർഷം മുമ്പ് രാജ്യത്വമ്മനോട് വന്നപ്പോൾ അവരെ തല്ലി ഓടിക്കുകയല്ല ചെയ്തത്. ഇവിടുത്തെ ഹൈന്ദവ രാജാക്കന്മാർ അവര് സ്വീകരിച്ച് പദവികൾ കൊടുത്ത് സ്ഥലം കൊടുത്ത് അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു. അതല്ല ഹിന്ദു മതത്തിന്റെ മഹാൻ, അതൊന്നും മറക്കരുത്, അതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഞാൻ എന്റെ വിഷയം അതല്ല, ആ വിഷയത്തെ കുറിച്ച് പറയുന്നത്. എന്റെ വിഷയം എന്ന് പറയുന്നത്, പക്ഷെ അൺഫോർച്യുനേറ്റ്ലി യഹൂദന്മാർക്ക് ലോകത്തെല്ലാം കഷ്ടതയാണ്. അതുകൊണ്ട് യഹൂദന്മാർക്കെല്ലാം അവരുടെ മനസ്സിൽ കിടന്നു ഞങ്ങൾക്ക് ഒരു രാജ്യം, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് പോകണത്. അത് അവരുടെ മനസ്സ്, അതാണ് യഹൂദന്മാരുടെ പ്രത്യേകത. യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജനം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം തെരഞ്ഞെടുത്ത ജനം, ദൈവം തെരഞ്ഞെടുത്ത ജനം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരിലെ അമൃതന്മാരായ, ലോകത്തിലെ ഇന്ന് വരെ ആർക്കും കമ്മിറ്റ് ചെയ്യാത്ത ശാസ്ത്രജ്ഞർ, ലോകത്തിലെ പ്രപഞ്ചത്തിന്റെ രഹസ്യം വരെ കണ്ടുപിടിക്കാൻ ആ വാതുക്കൽ വരെ എത്തിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ ആരാ? യഹൂദനാണ്. കാറൽ മാർക്സ് ആരാ? യഹൂദനാണ്. അതുപോലെ ഈ മറ്റേ ഈ ഇതുണ്ടല്ലോ, തിയറി ഇത് കണ്ടുപിടി, അതായത് മനുഷ്യൻ കുറഞ്ഞാണ് ഡാർവിൻ. അതായത് ഡാർവിൻ ആരാണ്? ചാൾസ് ഡാർവിൻ യഹൂദനാണ്. നമ്മുടെ ലോക ചരിത്രം. അതുപോലെ തന്നെ നോബൽ പ്രൈസ് കിട്ടിയ മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് എടുത്താല് 4 യഹൂദന്മാരാണ്. ആകെ എത്ര ചെറിയൊരു സമൂഹം. അപ്പോഴ് യഹൂദ സമൂഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ബുദ്ധിയുള്ള സമൂഹമാണ് എന്ന് പറയുന്നത് ശരിയാണ്. അത് നമുക്ക് അതിനകത്ത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ഇവിടെ പറയും. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് യഹൂദന്മാർ. പക്ഷേ ആ യഹൂദന്മാർക്ക് ലോകത്തെല്ലായിടത്തും ലഭിച്ചത് പീഡനമാണ്. അതിന്റെ ഒരു കാരണവുമില്ല, അവരേറ്റവും ബുദ്ധിമാന്മാരും കൊടുക്കലുമായതുകൊണ്ടുകൂടാ. ലോകത്തെല്ലായിടത്തും ലഭിച്ചത് പീഡനമാണ്. അതുകൊണ്ട് അവർക്കൊരു രാജ്യം ഉണ്ടാകണം അവര് ആഗ്രഹിക്കും. അല്ലെങ്കിൽ അവരുടെ മാതൃരാജ്യത്തേക്ക് പോകണം, ഉണ്ടാകണം അവരെല്ലാം ആഗ്രഹിച്ചു. അവിടെ മാതൃരാജ്യം പലസ്തീനാണ്. 2ാം ലോകമായിരുന്നു അതവരുടെ ആഗ്രഹം. അന്ന് മുതലേ പറയും യഹൂദന്മാർ അവിടെ സ്ഥലം മേടിച്ച് താമസിക്കുകയും ചെയ്യുമായിരുന്നു. 2ാം ലോകമായിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ മാതൃരാജ്യം ഇത് കുറെ എടുത്ത് നമ്മുടെ യുണൈറ്റഡ് നേഷൻ, അമേരിക്കയും എല്ലാവരും കൂടി യുണൈറ്റഡ് നേഷൻ പാസ്സാക്കിയതാണ്. അവർക്ക് അവിടെ രാജ്യം ഇല്ലാത്തടത്തൊരു രാജ്യം ഉണ്ടാക്കിയിട്ടില്ല, ഇല്ലാത്തടത്തില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഈ 2000 കൊല്ലം കൊണ്ട് അവിടെ വേറെ ആളുകൾ വന്ന് താമസിക്കുക. അതിനിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കും, ഇപ്പോഴേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അതിന്റെ യാഥാർത്ഥ്യമായിട്ടൊന്നും നോക്കണം. ഞാൻ പക്ഷേ യഥാർത്ഥം പറയാം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് 2000 കൊണ്ട് ഞങ്ങളെ ആരും നമ്മൾ കേരളത്തിലുണ്ട്. ഇത് അതല്ലേ യഥാർത്ഥത്തിൽ അതാണ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ അല്പം കൂടെ തുറന്നു പറയാം. 1670 വർഷം മുമ്പ് എഡേസായിൽ നിന്നാണ് ഇവിടെ 70 കുടുംബങ്ങൾ പോകുന്നത്. അതെ, അതായത് AD 1600 കൊല്ലം. ആ വന്നവരുടെ മക്കളാണ് ജ്ഞാനായ ക്രിസ്ത്യൻസ്. ഇതിനെനിക്ക് അറിയാമോ? ആ വന്നവരുടെ മക്കളാണ് AD 340. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ആ വന്നവരുടെ മക്കള് ഇന്ത്യൻ ക്രിസ്ത്യാനിയുടെ കല്യാണം കഴിക്കുകയില്ല. ഞാൻ പഠിച്ചതിന്റെ കാലത്തോ ഞാൻ പഠിപ്പിച്ച വല്ല ജ്ഞാനായ പെൺകുട്ടിയെ പ്രേമിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ കുഴപ്പത്തിലായിരുന്നു.
ജൈവപ്രകാരം നടന്നില്ല, പെടുന്നില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ പ്യുവറായി ആ ട്രൈബലിനെ നിർത്തുന്നതാണ്. പക്ഷെ ഒറ്റ ചോദ്യം ഞാൻ പറയുന്നത്, ഞാൻ ഈ കാര്യം കൊണ്ട് ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രാമക്കാർ കുറച്ച് എടേശ്വരോട് ഇരുന്നിട്ട് ഇത് പണ്ട് ഞങ്ങളുടെ നിലവാരം എന്നും പറഞ്ഞു അവിടെ പോയാൽ അവിടെ കാത്തുപിടിക്കാം, അവർ ഭക്ഷണം തരും, നമ്മളെ സ്വീകരിക്കുക, ഇതൊക്കെ പക്ഷേ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവരെന്തോ ചെയ്യും? അവരെന്തോ ചെയ്യും? സത്യമായി ഞാൻ പറയാം, എല്ലാവർക്കും ഇതാണ്. ഇത് ഞാൻ ഇന്നലെ ഇത് പറയാൻ ഇതാണ് പാലസ്തീനിലെ പ്രശ്നം. 2000 വർഷം മുമ്പ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള അവകാശം അംഗീകരിച്ചുകൊണ്ട് അവിടെ ഒരു സ്ഥലം, ഒരു രാജ്യം 1948 ഉണ്ടാക്കിയപ്പോൾ അവിടെ പാർത്തവരെല്ലാം അതിനെ അങ്ങനെ കണ്ടത്. ഏതാ സ്ഥലം നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെടാത്തവരും അവിടെ പാർത്തവരാണ് അറിവ്. ഓൾറെഡി ആരസ് യഹൂദന്മാർ തമ്മിൽ ഫൈറ്റ് അറിയാമല്ലോ. കാര്യം വെച്ചാൽ ബൈബിൾ പ്രകാരം യഹൂദന്മാര് നമ്മുടെ അബ്രഹാമിന്റെ മക്കളുടെ യാക്കോബിന്റെ സന്തതികൾ, മറ്റേത് ഇസ്മായിലിന്റെ സന്തതികൾ അല്ലേ? അങ്ങനെയാണ് ബൈബിൾ പ്രകാരം മറ്റേ ഇസ്മായിൽ. അതുകൊണ്ട് അവിടെ സഹോദരങ്ങളാണെന്ന് പറയുന്നത്. പക്ഷേ അന്ന് മുതലേ ഫൈറ്റാണ് അല്ലേ? അന്ന് മുതലേ. അപ്പൊ ഓൾറെഡി മത്സരത്തിലിരിക്കുന്ന ഒരു സമൂഹമാണ് യഹൂദന്മാർ. അവിടെയാണ് ഒരു രാജ്യം ഉണ്ടാക്കുന്നത്. ആ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പാർട്ടിക്കുന്ന കുറെ ആളുകൾ ഡിസ്പ്ലേസ് ചെയ്തു. ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ ഞാൻ ആകെ പറഞ്ഞിരുന്നു ഒരു ന്യായമില്ല. അത്ര ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഹൂദന്മാരെല്ലാവരും കാണിച്ചു ഓടിക്കണമെന്ന്. പക്ഷേ യഹൂദന്മാരുടെ ന്യായമായ അവരുടെ അവകാശം അവർക്കൊരു രാജ്യമില്ല. അവർ ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടു. എവിടെ ചെന്നാലും ഞാൻ പറഞ്ഞ ഇന്ത്യ എവിടെ അവരെ പീഡിപ്പിക്കാതെ, അവരുടെ ഇങ്ങോട്ടേക്ക് വന്നാൽ കുഴപ്പമില്ല ഇല്ലയോ? ഇന്ത്യയോട് അവരെ പീഡിപ്പിക്കാതെ അവർക്കെല്ലാം പീഡനമാണ്. അപ്പൊ അവർക്കൊരു സ്ഥലം വേണ്ടത് അതൊരു നീതിയാണ്. അത് ഞാൻ അംഗീകരിക്കും. അവർക്കൊരു സ്ഥലം വേണ്ട നീതിയാണ്. ആ നീതി മനസ്സിലാക്കിക്കൊണ്ടാണ് യുണൈറ്റഡ് നേഷൻ തന്നെ രാജ്യങ്ങളെല്ലാം കൂടെ അംഗീകരിച്ചാണ് അവർക്കൊരു രാജ്യം കൊടുത്തത്. അപ്പോൾ അവർക്കൊരു രാജ്യമെന്നുള്ളത് യുഎനും അന്താരാഷ്ട്ര സമൂഹവും അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് പലസ്തീൻകാർക്ക് അവരുടെ കുറെ സ്ഥലം നഷ്ടപ്പെട്ടതും അവരെ റീപ്ലേസ് ചെയ്തതും അവരാണ് പരാതിക്കാരെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് എന്താ വേണ്ടത്? ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും അംഗീകരിക്കുവാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാണ്. രണ്ട് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് അവരുടെ രാഷ്ട്രം അതൊരു യാഥാർത്ഥ്യമാണ്. പലസ്തീൻകാരൻ അതുപോലെ തന്നെ പലസ്തീൻ ഞങ്ങളോടൊപ്പം നിലനിൽപ്പുള്ളതാണ്, അവരെ നശിപ്പിക്കേണ്ടതല്ല എന്ന് ഇസ്രായേൽ അംഗീകരിക്കും. രണ്ടു കൂട്ടരും രണ്ട് രാജ്യങ്ങളും സഹവർത്തിത്വത്തോടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കിയപ്പോൾ രാജ്യം 48 രൂപീകരിച്ചപ്പോൾ അതായിരുന്നു ഉദ്ദേശം. പക്ഷെ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അതിനകത്താണ്, അതായത് ഇസ്രായേൽ രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ തുടച്ചു മാറ്റി എന്ന നിലപാട് ചില ആരബ് രാഷ്ട്രങ്ങൾ എടുത്തു. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ കഴിയുന്നത് ചെയ്യുന്നത്. അങ്ങനെ പല യുദ്ധവും ഉണ്ടായി. പക്ഷെ യുദ്ധത്തിലെല്ലാം ജയിച്ചതാണ് ഇസ്രായേലാണ്. ജയിച്ചത്. യുദ്ധത്തിലെല്ലാം ജയിച്ച ഇസ്രായേലാണ്. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞ സുവിശേഷ പ്രസംഗം നേരത്തെ അദ്ദേഹം പറയുന്നത് കാര്യം ദൈവം ഇസ്രായേലിന്റെ ജയിച്ചതെന്നാണ് പറയുന്നത്. അതിലേക്ക് ഞാൻ അതിന്റെ ആത്മീയ വശം ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാൻ വന്ന് ഇന്ന് ലോക സമാധാനത്തിനുള്ള ഭീഷണി എന്ന് പറയുന്നത് എന്താണ്? ഈ യാഥാർത്ഥ്യം ലോക സമാധാനത്തിന് പശ്ചിമേഷ്യ ഭീഷണിയായിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ രണ്ടു രാജ്യങ്ങളും
യാഥാർത്ഥ്യമാണ് എന്ന സത്യം ലോകരാഷ്ട്രങ്ങളും ഈ രണ്ടു രാജ്യങ്ങളും അംഗീകരിക്കണം. ഇല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യ ഒരു മൂന്നാം ലോകമായി മാറും. ഇത് അംഗീകരിച്ചില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ഞമ്മതല്ല. ഇസ്രായേലിന്റെ വശത്ത് ന്യായമുണ്ട്. ആ ന്യായം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത്രയും നാളെ കഷ്ടപ്പെട്ട സമൂഹത്തിന് ഒരപ്പയം. പലസ്തീൻകാരുടെ വശത്ത് ന്യായമുണ്ട്. ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളെ ഡിസ്പ്ലേസ് ചെയ്തിരിക്കും, ഞങ്ങൾക്ക് അതുകൊണ്ട് സ്വതന്ത്രമായ സ്ഥലമാണ്. ലോകരാഷ്ട്രങ്ങൾ ചെയ്യേണ്ടത് പലസ്തീന് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം ഉണ്ടാകണം. അവർക്ക് സ്വന്തമായി അവർ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. ഇസ്രയേൽ അതുപോലെ തന്നെ ഇസ്രയേലിനും അവരുടെ രാഷ്ട്രത്തില് ഭീഷണിയില്ലാതെ അക്രമമില്ലാതെ ജീവിക്കാനുള്ള സൗകര്യം സഹായം ഉണ്ടാകണം. അതാണ് ലോകരാഷ്ട്രം. അതിന് ഉണ്ടായിട്ട് തടസ്സം വാസ്തവത്തിൽ മുഖ്യ തടസ്സം അവരാണ് ഈ നേരിട്ടുള്ള യുദ്ധം 3 യുദ്ധങ്ങളോടുള്ള 48 ശേഷം ഇസ്രായേൽ ആകർഷിച്ചു. അവരെല്ലാം ഇസ്രായേൽ അവരെല്ലാം എന്ത് കാരണമാണ് ഇസ്രായേൽ രാജ്യം? അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇസ്രായേൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ്. യുദ്ധം അവരാ ജയിക്കുന്നത്. കുറച്ച് പേരെ അവിടെ കുറച്ച് കമ്പകളെ ഉള്ളൂ. മറ്റവരെല്ലാം വലിയ എന്നിട്ടും അവരാ ജയിക്കുന്നത്. അവരുടെ 4 യുദ്ധം ജയിക്കുന്നു. അപ്പോഴാണ് അവരെ അങ്ങനെയാണെങ്കിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഗറില്ല വാറാണ്. ആ ഗറില്ല വാറിന് ആദ്യം നേതൃത്വം കൊടുത്തത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം കുറെ ഗറില്ല വാർ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഇസ്രായേലിനോട് പറ്റത്തില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം അത് മാറ്റി സമാധാനത്തിന്റെ പ്രവാചകനായി മാറി. അദ്ദേഹം ഞാൻ ഓർക്കുന്നത് അദ്ദേഹം അവിടെ ആദ്യം അവിടെ പോയപ്പോൾ ഇന്ത്യയിൽ ഞാൻ ഒരു സമാധാനത്തിന്റെ ഒരു കമ്പുമായി വന്നിരിക്കുന്നു. അദ്ദേഹം സമാധാനത്തിന് കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ഇസ്രായേലിനോട് ഈ തരത്തിൽ ഗറില്ല വാർ നോക്കി അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവർ ഹമാസ് നോക്കുന്നത് എന്താണ്? ഗറില്ല ടൈപ്പ് വാർ ഇസ്രായേലിനെ തോൽപ്പിക്കാനാണ്. അതിന്റെ ഒരു റിഹേഴ്സലാണ് അവർ ഒക്ടോബർ 7 തീയതി. എങ്ങനെ അവരകത്ത് കയറിയെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശബത്ത് നാളിൽ ഇവരെല്ലാം സൈലന്റ് ആകും. യഹൂദന്മാര് ശബത്ത് നാളിൽ ഒന്നും ചെയ്തില്ല. അവരവരുടെ പ്രമാണങ്ങളൊക്കെ നമ്മൾ ഞായറാഴ്ച എല്ലാ പണിയും ചെയ്യും. ഞായറാഴ്ച അവധി പിന്നെ അവധി എടുത്തേക്ക് സിനിമ കാണാൻ പോകും. അത് ഞാൻ എടുത്തതിനുള്ള കാര്യമുണ്ട്. ഞായറാഴ്ച ജോലി ചെയ്യുന്ന പ്രാർത്ഥിക്കാനും നല്ല കാര്യം ചെയ്യാം. അതൊന്നല്ലേ യഹൂദന്മാരങ്ങനല്ല. അവര് ശബത്ത് എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായി അവര് അതിനെ ശബത്തിൽ ആ ഡേറ്റിൽ അവർ ഉദ്യോഗസ്ഥന്മാരധികം ലീവായിരുന്നു. അതുപോലെ അതിനകത്ത് സാങ്കേതികമായിട്ട് എനിക്ക് അതിലേക്ക് കടക്കുന്നതിന് അറിയുന്ന. പക്ഷെ എവിടെ ഒരു ഫെയിലിയർ ഉണ്ട്, അതെവിടെയാണ് എനിക്ക് അതെ. അപ്പോഴ് ആ ഫെയിലിയറിന്റെ ഫലമായി ഹമാസ് ഇസ്രായേൽ നിരപരാധികളെ കൊല്ലാനും അവിടെയാണ് അതിന്റെ നിരപരാധികളെ കൊല്ലാനും നിരപരാധികളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോകാനും ഇസ്രായേൽ തിരിച്ചടി. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ 8000-ൽ പരം ആളുകളാണ് ഗാസയിൽ. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും. ഇത് ഒരു സാഹചര്യത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് കുട്ടികളെ കൊല്ലുന്നത് നമുക്ക് എന്തോ മുതൽ ന്യായീകരിക്കാൻ പറ്റും? സ്ത്രീകൾക്ക്. അപ്പൊ നിരപരാധികളെ ഇതിലെ ഇപ്പോഴത്തെ പ്രശ്നം ഹമാസ് പ്രശ്നം, ഹമാസിന്റെ അറ്റാക്ക്, അതിനെ നമ്മൾ പൂർണ്ണമായി കണ്ടം ചെയ്തു. അത് അങ്ങേയറ്റം നിഷ്ഠൂരവും ക്രൂരവുമാണ്. ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഹമാസ് പക്ഷേ ഒരു ഭീകര സംഘടനയാണ്. അത് ഭീകര സംഘടനയാണെന്ന് തർക്കമല്ല. ഇവിടെ ചിലർക്ക് അതൊന്നും ഭീകര സംഘടനയല്ല.
കാര്യം ഇങ്ങനെ അതാണ്, അതൊരു സംശയമില്ല. പക്ഷെങ്കിൽ അതിന്റെ പേരിൽ സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്നത് നീതീകരിക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അപ്പൊ എന്താ പരിഹാരം? എത്രയും വേഗം ഗാസയിൽ അവിടെ യുദ്ധം അവസാനിക്കും. യുദ്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു പക്ഷെങ്കിലും മൂന്നാം ലോകയുദ്ധമാണെന്ന് വരാം. മൂന്നാം ലോകയുദ്ധമാണെന്ന് ഉണ്ടായെന്ന് വരാം. അവിടെ ഇത് ഇന്ന് നടക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന അവർ കാണിച്ച ഭീകര ആക്രമണത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നത് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണ്. ഒരു കാരണത്താലും നീതീകരിക്കാൻ പറ്റില്ല. ഹമാസ് ഭീകരവാദിയാണ് ആണെന്ന് ആയതുകൊണ്ട് നിരപരാധികളെ കൊല്ലാൻ പറ്റുമെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്റെ പ്രശ്നം അതാണ്. പറ്റില്ല. ഈ ഭീകരാക്രമണം പലയിടത്ത് നടന്നിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പാർലമെന്റിൽ ഭീകരാക്രമണം ഉണ്ടായില്ലേ? ഇപ്പൊ നമ്മൾ ഉടനെ പോയി അവിടെ പോയി നിരപരാധികളെ കൊന്നില്ലല്ലോ. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന് നിലനിൽക്കാനുള്ള അവകാശം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിരപരാധികളെ കൊല്ലുന്നത്, അതായത് ഇസ്രായേലിനോട് ചെയ്തത് ക്രൂരമാണ്. അത് അവിടെ നടന്ന ക്രൂരമായ ആക്രമണമായിരുന്നു, ഏറ്റവും നിഷ്ഠൂരമാണ്, അത് ഭീകരാക്രമണമാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എന്നാലും നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് നീതീകരിക്കാൻ ആളുകൾ നിർത്തണം. അത് നിർത്തുന്നില്ല എങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ യുദ്ധം ഒരുപക്ഷെങ്കിൽ വലുതായ മറ്റൊരു ലോക മഹായുദ്ധമാണെന്ന് ആയി മാറാം. അതുകൊണ്ട് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ചെയ്യേണ്ടത്, അന്താരാഷ്ട്ര സമൂഹം ചെയ്യേണ്ടത്, യുണൈറ്റഡ് നേഷൻസ് ചെയ്യേണ്ടത് എത്രയും വേണം യുദ്ധം അവസാനിപ്പിക്കണം. പക്ഷം പിടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഓരോ രാജ്യം ഓരോ പക്ഷത്ത് പിടിച്ചു, നമ്മുടെ രാജ്യം ഒരു പക്ഷത്ത് പിടിച്ചു. പക്ഷം പിടിക്കുകയല്ല വേണ്ടത്. ഇപ്പൊ ഇന്ത്യക്ക് ഒരു വലിയ മോറൽ ഫോഴ്സ് ഉണ്ട്. ഗാന്ധിജിയുടെ എന്നും ന്യായത്തിന്റെ നീതിയെ കൊടുക്കുന്ന ഇന്ത്യ ശരിയാണ്. പലസ്തീൻ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു, അത് പൂർണ്ണമായി ശരിയാണ്. ഞാനത് അംഗീകരിക്കുന്നു. ഞാൻ അവിടെ വന്നത് പലസ്തീൻകാരുടെ നിലനിൽപ്പ്. പക്ഷേ നിരപരാധികളെ, സ്ത്രീകളെയും കുട്ടികളെയും കൊല ചെയ്യുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള പ്രമേയത്തിന് ഇന്ത്യ വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്യണമായിരുന്നു. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മാർപ്പാപ്പ വ്യക്തമായി പറഞ്ഞു, എല്ലാവരും ഒരു സമാധാനത്തിന്റെ സൈഡിൽ നിന്നാൽ മതി. ആരുടെയും പക്ഷം നോക്കണം. അങ്ങനെയല്ലേ? ആരുടെയും പക്ഷമല്ല, സമാധാനത്തിന്റെ പക്ഷത്താണ്. എത്രയും വേഗം അന്താരാഷ്ട്ര സമൂഹം ഈ കുട്ടികളെയും നിരപരാധികളെ, കുട്ടികളെയും സ്ത്രീകളെയും കൂട്ടക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും അതിനുശേഷം പാലസ്തീന് സ്വതന്ത്രമായ ഒരു രാഷ്ട്രം, യഹൂദന്മാർക്ക് അവരുടേതായ രാജ്യം, അത് രണ്ട് സഹവർത്തിത്വത്തോടെ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ്. രണ്ടു രാജ്യങ്ങളും റിയാലിറ്റിയാണ്. ഒന്നിനെ നശിപ്പിക്കാൻ പറ്റില്ല. യഹൂദന്മാരെ തുറച്ചു മാറ്റാനായിട്ട് എത്ര നോക്കിയാലും നടക്കില്ല. അതുപോലെ പാലസ്തീൻകാരുടെ അവകാശത്തെ, ന്യായാവകാശത്തെ അടിച്ചമർത്താൻ എത്ര നോക്കിയാലും നടക്കില്ല. ഈ രണ്ടും അംഗീകരിച്ചുകൊണ്ട്, രണ്ടു രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഒരു പുതിയ സമാധാന ചർച്ചയിലൂടെ ഉടമ്പടി ഉണ്ടാക്കി ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് യുദ്ധം അവസാനിപ്പിക്കണം. അതിനുശേഷം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കടമയാണ്
അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളത്. യുണൈറ്റഡ് നേഷൻ ആയാലും അമേരിക്ക ആയാലും ഇംഗ്ലണ്ട് ആയാലും ഇന്ത്യ, നമ്മുടെ രാജ്യമൊക്കെ ആ നിലപാടാണ് എടുക്കേണ്ടത്. പക്ഷം പിടിക്കാതെ ഇവിടെ സമാധാനം നിലനിർത്താനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്ന ആവശ്യം എന്നുള്ളത്. ഇല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അശാന്തി ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ഇന്നത്തെ വിഷയം ലോക സമാധാനവും പശ്ചിമേഷ്യ അശാന്തിയുമാണ്. പശ്ചിമേഷ്യയിലെ അശാന്തി അന്താരാഷ്ട്ര സമൂഹം ബുദ്ധിപരമായി തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ലോക സമാധാനത്തിന് ഭീഷണിയും ഒരു പക്ഷേ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. ഇതാണ് സാഹചര്യം. അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം കണ്ടു. ലോക സമാധാനത്തെ പ്രവർത്തിക്കാം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഇതാണ്. എനിക്കിങ്ങനെ പറയാൻ നമുക്ക് ഈ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിരപരാധികളെ കൊല്ലുന്നത് എന്ത് ന്യായത്തിന്റെ പേര്? അത് യഹൂദന്മാരുടെ ന്യായമാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിനെതിരെയുള്ള നിലപാട് എടുക്കുകയും രണ്ട് രാഷ്ട്രങ്ങളും ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമാധാന വ്യവസ്ഥ ഉണ്ടാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി കാര്യങ്ങൾ ശ്രമിക്കട്ടെ. ഇത്തരം ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചതിന് ബഹുമാനപ്പെട്ട പാസ്റ്ററോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന് വേണ്ടി കേരള കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ പൊന്നാട് അണിയിച്ച് സാറിനെ ആദരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഏറെ ആദരവോടുകൂടി മാർത്തോമ സഭയുടെ വൈദിക സെലക്ഷൻ കമ്മിറ്റിയുടെ ഡോക്ടർ ഷിബു ഉമ്മൻ ഇപ്പോൾ ബഹുമാനായ KM ലുന്നൂസ് രചിച്ച ഒരു പുസ്തകം സാറിന് സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും. 250 പുസ്തകം സാറിന് സൗജന്യമായിട്ട് ഫാദറാണ്. തുടർന്ന് നമ്മുടെ അഭിവന്യ ഗിവറീസ് അപ്രയ മെത്രാപ്പൊലീത്ത മുഖ്യ പ്രഭാഷണം, അനുഗ്രഹ പ്രഭാഷണം. നമ്മുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടും നമ്മുടെ ഇന്നത്തെ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളുടെ പ്രതിനിധിയായ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന ലോക സമാധാനവും പശ്ചിമേഷ്യയിലെ അശാന്തി സെമിനാറാണ്. നമ്മുടെ പ്രിയ ഉദ്ഘാടകൻ ജോസഫ് കുര്യൻ സാറ് വളരെ സുന്ദരമായിട്ട് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ, അതിൻ്റെ സമാധാന വഴികൾ നമുക്ക് പറഞ്ഞു തന്നു. അതുതന്നെയാണ് നമുക്ക് എനിക്കും പ്രത്യേകമായിട്ട് പറയുവാനായിട്ടുള്ളത്. അതിൻ്റെ ചില വസ്തുതകളെ കുറിച്ച് ഞാൻ ഒന്ന് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, സൗകര്യമായിട്ടിരിക്കും. നമുക്കറിയാം, ക്രൈസ്തവരെ സംബന്ധിച്ച് ഹോളി ലാൻഡാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഹോളി ലാൻഡിൽ പോയി. എനിക്ക് കൂടുതൽ ഇത് മനസ്സിലാക്കുവാനായിട്ട് സ്ഥലത്തെക്കുറിച്ചും ജോഗ്രഫിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. നമുക്കറിയാം, 3 മതങ്ങളാണ് വിശുദ്ധ നാട്ടിലുള്ളത്. അതിൻ്റെ പ്രശ്നങ്ങളാണ് യഹൂദ മതം, ക്രിസ്ത്യൻ മതം, മുസ്ലിം മതം. ക്രിസ്ത്യൻസ് ചെറിയൊരു മൈനോറിറ്റിയേ ഉള്ളൂ. പ്രധാനമായിട്ടും യഹൂദ മതവും അറബികളായിട്ടുള്ള മുസ്ലിംസുമാണ് കൂടുതലായിട്ടുള്ളത്. മുസ്ലിംസും അതുപോലെ തന്നെ ക്രിസ്ത്യൻസും അത് ചെറിയ ഒരു മൈനോറിറ്റിയാണ് ഉള്ളത്. പാലസ്തീനിയൻസും ക്രിസ്ത്യൻസും ചെറിയ മൈനോറിറ്റി. ഈ പാലസ്തീൻ എന്നുള്ള വാക്ക് റോമാക്കാരാണ് ആദ്യമായിട്ട് പറയുന്നത്. അതിനുശേഷം പിന്നീട് ആ വാക്ക് നമ്മൾ പിന്നീട് ഉപയോഗിച്ചു തുടങ്ങുകയാണ്. നമുക്കറിയാം, ബൈബിളിൽ അതിൻ്റെ ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ
എബ്രഹാമാണ് സാറിനോട് പറഞ്ഞത്. എബ്രഹാമിന്റെ മക്കളാണ്. എബ്രഹാം വരുന്നത് ഊർ എന്ന് പറയുന്ന ഇറാഖിലെ സ്ഥലത്തുനിന്ന്, ഹാരാൻ എന്ന് പറയുന്ന തുർക്കിയിലെ സ്ഥലത്തിൽ അദ്ദേഹം വന്നു. പിന്നെ അവിടെ നിന്നും പാലസ്തീനിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്, തിരിച്ചു പാലസ്തീനിൽ വന്നു. പാലസ്തീനിൽ ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്തു കൊടുത്തു ഭൂമി. അപ്പൊ വാഗ്ദത്ത ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാലസ്തീൻ അറിയപ്പെടുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കോബ്, യാക്കോബിന് 12 മക്കൾ. അപ്പോൾ ഈ 12 മക്കളും 12 ഗോത്രങ്ങളായിട്ട് ഇരുന്നു. അതില് ഒരാളായിരുന്നു ജോസഫ്. ജോസഫ് പ്രധാനമന്ത്രിയായി എവിടെയാണ്? ഈജിപ്തില്. അങ്ങനെ അവരെല്ലാവരും ഈജിപ്തിലേക്ക് പോയി 460 വർഷം അവിടെ ജീവിച്ചു. ആ സമയത്ത് ഇവരെ അടിമകളായിട്ട് തീരുന്നു. അപ്പോൾ അവിടെ തിരിച്ച് പോകുവാനായിട്ട് വീണ്ടും ദൈവം ഇടപെടുന്നു. മോശയെ തിരഞ്ഞെടുക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു. അവര് പിന്നെ സീനായി മരുഭൂമിയിലൂടെ പോവുകയാണ്. അപ്പോൾ സീനായി മലയിൽ കുറെ മലയാണ്. അവിടെ വെച്ച് ദൈവവുമായിട്ട് ഈ ജനം സ്വന്തം ജനമാക്കുക. ദൈവം ഈ ജനം, അതുകൊണ്ടാണ് ഈ ജനവുമായിട്ട് ഒരു ഉടമ്പടി നടത്തുന്നത്. ഉടമ്പടിയുടെ മക്കളായിട്ട് അവിടെ വെച്ചൊരു കീഴുകയാണ്. 40 വർഷം വരെ മരുഭൂമിയിൽ കൂടി ദൈവം നടത്തി അവസാനം അവരുടെ ചെന്നു വാഗ്ദത്ത ഭൂമിയിലേക്ക് ചെന്നു. ഇതാണ് അവരുടെ അവകാശം. ഞങ്ങളുടെ ഭൂമി വാഗ്ദത്ത ഭൂമിയാണ്. ഈ ഭൂമിയിലേക്ക് അവർ തിരിച്ചു ചെന്നു. പാലസ്തീൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവർ ജോഷുവയുടെ നേതൃത്വത്തിൽ തിരിച്ചു ചെന്ന് 12 ഗോത്രങ്ങൾ പിന്നെ ആയിട്ട് ആ ഭൂമി വിഭജിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ കീഴ്പ്പെടുത്തി അത് ദൈവത്തിന്റെ സഹായത്തോടുകൂടിയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവരവിടെ താമസിക്കുമ്പോൾ അവർക്ക് ആഗ്രഹം എന്താണ്? എല്ലാ ജനങ്ങൾക്കും രാജാവുണ്ട്, നിങ്ങൾക്കും രാജാവിനെ വേണം. അങ്ങനെ ദൈവത്തോട് രാജാവിനെ ചോദിക്കുന്നു. ദൈവം രാജാവിനെ കൊടുക്കുന്നു. രണ്ടാമത്തെ രാജാവായിരുന്നു ഒരു വലിയ രാജാവ് ദാവീദ്. ദാവീദ് ജെറുസലേം എന്ന പട്ടണം രൂപീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ സൊലോമൻ, അദ്ദേഹം ABC 1000-ലാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ആ സമയത്ത് അദ്ദേഹം ഒരു ദേവാലയം പണിയുന്നു ജെറുസലേമിൽ. അങ്ങനെ ആ ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റവും പിന്നെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സമയമായിരുന്നു സോളമന്റെ കാലഘട്ടം. സോളമന്റെ കാലഘട്ടത്തിന് ശേഷം അവരുടെ ഈ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ, അതാണ് നോർത്തും സൗത്തും. നോർത്തിനാണ് എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത്, സൗത്തിനെ ജൂദയാണ്. 10 ഗോത്രങ്ങൾ നോർത്തിലാണ്. BC 922 അശ്ശൂരിയക്കാർ വന്ന് 10 ഗോത്രങ്ങൾക്കുള്ള ഇസ്രായേൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സമേറിയ അത് മുഴുവൻ നശിപ്പിച്ചു. കംപ്ലീറ്റ് നശിപ്പിച്ചു. BC 722. അതിനുശേഷം 587 യൂദ വീണ്ടും പ്രവാസികളാകും. ആരെ പിടിച്ചോണ്ട് പോയി? ഇവരെ ബാബിലോൺകാര് ഇവരെ പിടിച്ചോണ്ട് പോയി. 50 വർഷം അവർ ബാബിലോണിലാണ്. 50 വർഷം. അപ്പോൾ അതാണ് ബാബിലോൺ അടിമത്തം എന്ന് പറയുന്നത്. അപ്പോൾ ബാബിലോൺ അടിമത്തത്തില് നല്ലൊരു ശതമാനം അവിടെ ആയിരുന്നു. തിരിച്ച് പേർഷ്യൻ സാമ്രാജ്യത്തിലെ സൈറസ് അവർക്ക് സ്വാതന്ത്ര്യം. സൈറസ് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ നല്ലൊരു ശതമാനം അവിടെ വന്നു. അവരാണ് പിന്നെ ബാബിലോണിയൻ പ്രവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് വന്നവര് 50 വർഷത്തിന് ശേഷം സൈറസ് നെബൂഖദ്നേസറിനെ തോൽപ്പിച്ച് പുതിയ സാമ്രാജ്യം ഉണ്ടാക്കിയപ്പോൾ അവരെ തിരിച്ച് വിടുന്നു. അപ്പോൾ അവർ തിരിച്ചിവിടെ വന്നിട്ട് നശിപ്പിക്കപ്പെട്ട ദേവാലയം പണിയുന്നു, പിന്നെ മതിലൊക്കെ പണിയുന്നു. അവരുടെ ജീവിതം മുൻപോട്ട് നീങ്ങുമ്പോഴാണ് പേർഷ്യക്കാര് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലം 130 BC 330. അപ്പോൾ ആ സമയത്ത് അവിടെ അലക്സാണ്ടറിന്റെ ശേഷം വന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ടോളമി എന്ന് പറഞ്ഞ ഈജിപ്തിനെ കേന്ദ്രമാക്കിയാണ് ടോളമി. അതുപോലെ തന്നെ സെലൂക്കിയ
അത് സുറിയായും കേന്ദ്രമാണ്. ഇവർ രണ്ടു കൂട്ടരും ഇവരെ മാറി മാറി. അതിനുശേഷം BC 57 റോമാക്കാര് അവരെ പലസ്തീൻ ഭരിക്കുവാനായിട്ട് ഇടയായത്. റോമൻ സാമ്രാജ്യത്തിന്റെ സമയത്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സമയത്ത് യേശു ക്രിസ്തു ഈ യഹൂദരോട് പറഞ്ഞെന്നാണ്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അല്ലേ ദൈവത്തിന്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ്, രക്ഷകനാണ്, ഞാൻ ദൈവപുത്രനാണ് എന്ന് അവരോട് വ്യക്തമായി പറഞ്ഞു. എന്നാൽ കുറെ പേരെല്ലാം വിശ്വസിക്കാതെ ഇരുന്ന ജനത്തോട് അവര് എന്നെ സ്വീകരിക്കാതിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രൊഫറ്റിക് അട്രൻസ് അല്ലേ, ഭർത്താവ് കൊടുക്കുന്നതാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ പട്ടണം, ജെറുസലേം പട്ടണം നശിക്കും, ഈ ജനത നശിക്കും, പിന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു വലിയ പ്രവചനമായിരുന്നു. യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞ് AD സൂചിപ്പിച്ചതുപോലെ 70 റോമാക്കാർ വന്ന് 335 AD 335 2 പ്രാവശ്യമായിട്ട് ഈ യഹൂദ വിപ്ലവം നടന്നു. ആ വിപ്ലവത്തില് റോമാക്കാരുടെ കംപ്ലീറ്റ് അവരെ അവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് അവർക്ക് ഒരിക്കലും ഇസ്രായേലിലേക്ക് കടക്കുവാനായിട്ട്, പാലസ്തീനിലേക്ക് കടക്കുവാനായിട്ട് സാധിച്ചിട്ടേ. പിന്നെ അവര് പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ അലഞ്ഞ് നടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ യൂറോപ്പിലേക്ക്, അതുപോലെ തന്നെ മറ്റ് ഏഷ്യയിലേക്കും, അതുപോലെ തന്നെ പിന്നെ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും ഇവര് ചിതറിക്കും, ഇസ്രായേൽ ചിതറിക്കും. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ലോകത്തിലെ വലിയ ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള ബൈസന്റൈൻ രാജ്യം ഉടലെടുക്കുന്നത്. നമുക്കറിയാം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആണ് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലം മുതൽ ഏതാണ്ട് ആരബ് സാമ്രാജ്യം ഉണ്ടാകുന്നത് 7-ാം നൂറ്റാണ്ടിൽ. ഈ സാമ്രാജ്യത്തിന്റെ കീഴില് ഈ പാലസ്തീനില് കുറെ ക്രിസ്ത്യൻ സാന്നിധ്യം ഉണ്ടായി. അവിടെ കർത്താവിന്റെ കബറിടമൊക്കെ കണ്ടെടുക്കുകയും കുരിശ് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ട് ബസിലിക്കാറുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് ആരബ് എംപയർ, നമുക്കറിയാം മുസ്ലിം പിന്നെ എംപയർ ആണ്. അപ്പോൾ അവിടെ ഉമായത്ത് ഉണ്ടായിരുന്നു, പിന്നീട് അബ്ബാസിയൊക്കെ വന്നു. അവരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശം വീണ്ടും അറബികളെ കൊണ്ട് തുടങ്ങി, അവരുടെ സ്വാധീനത്തിലായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചിതറിക്കപ്പെട്ട യഹൂദര് വലിയ കച്ചവടക്കാരായിരുന്നു, യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അവര് വലിയ വിധത്തിലായിരുന്നു, പറഞ്ഞ പോലെ അറേബ്യയിലും ഏഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുസ്ലിം ഭരണ കാലത്ത് പിന്നെ അവർക്ക് ചില പീഡനങ്ങളൊക്കെ ഉണ്ടായതായിട്ട് ചരിത്രത്തിലുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് എവിടെ ചെന്നാലും യഹൂദരെ പറഞ്ഞതുപോലെ പീഡിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ കർത്താവിനെ കൊന്നവരാണ് നിങ്ങൾ, ക്രൂശിച്ചവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻസും ഇവരെ ഒരുപാട് പല സ്ഥലങ്ങളിലും പല നൂറ്റാണ്ടുകളിലും ഇവർ ഉപദ്രവിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു സത്യമാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ പിന്നെ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എവിടെ വെച്ചാണ്? പിന്നെ ഒരു സംഭവമാണെന്ന് അറിയാം. പിന്നെ നാസികളുടെ 65 ലക്ഷം പേരാണ്. അപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ട് മാറി. അപ്പോൾ അവർ തന്നെ ചിന്തിച്ചു, ഞങ്ങൾക്കൊരു രാജ്യമില്ലാത്തതിന്റെ പ്രശ്നമാണിത്. ഞങ്ങൾക്കൊരു രാജ്യം ഞങ്ങളുടെ ദേശത്ത് തന്നെ, ദൈവം ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്ത ഭൂമിയിൽ തന്നെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂമിയിൽ തന്നെ ഞങ്ങൾക്ക് വേണം. അങ്ങനെയാണ് ഇവരുടെ ഇടയിൽ ഒരു സംഘടനയുണ്ടായി. സയോൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സിയോൻ അല്ലേ? സിയോൻ എന്ന് പറയുന്നതാ ജെറുസലേമിലെ മല, ഈ ദേവാലയത്തിന്റെ മല. സയോണിസ്റ്റ് എന്ന് പറയുന്ന സംഘടന ഇവര് ഉണ്ടാക്കുക. യഹൂദ രാഷ്ട്രം ഞങ്ങൾക്ക്
വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം അവിടെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് പിന്നെ അവർ കുറേ പേരെ എല്ലാം ആദ്യമായിട്ട് അവർ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് പാലസ്തീനിൽ പോയി സ്ഥലങ്ങൾ വാങ്ങുക, യഹൂദരിൽ പോവുക, സ്ഥലങ്ങൾ വാങ്ങുക. ഈ സമയത്തായിരുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് ആരംഭകാലത്തായി സൈനികരുടെ ആവിർഭാവം. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമുക്കറിയാം ഒട്ടോമൻ തുർക്കികളായിരുന്നു അവസാനത്തെ മുസ്ലിം സാമ്രാജ്യം. അപ്പോൾ അവരെ തോൽപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണം തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ സയോണിസ്റ്റിന് അനുകൂലമായിട്ടുള്ള ഒരു നയമാണ് ഇവരെ സ്വീകരിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാലസ്തീനിലെ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കാലഘട്ടത്തിൽ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് സെറ്റിലായി. ഇവിടെ വന്നു പാലസ്തീനിൽ നിന്ന് യഹൂദര് സെറ്റിലാകാനായി തുടങ്ങി. 1911 ഒരു കണക്കനുസരിച്ച് അവിടെ 6% ജ്യൂസ് ആയിരുന്നു പാലസ്തീനില്. 6%. അവർ പിന്നീട് വർദ്ധിക്കുകയായിരുന്നു. 1944 ആയപ്പോഴത്തേക്കും അവർ 1 ലക്ഷത്തിൽ വന്നുകൊണ്ടിരുന്നുണ്ട്. അപ്പം അങ്ങനെ കൂടി. കാരണം ആ പാലസ്തീൻ എന്ന് പറയുന്നത് ആ കാലത്ത് പിന്നെ മരുഭൂമിയായിരുന്നു. അതിനെ ഫലഭൂഷണമായിട്ടുള്ള സ്ഥലമാക്കി അവർ കഠിനാധ്വാനം ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്ത പ്രദേശം. അപ്പോൾ അവിടെ 2 കൂട്ടരുമുണ്ട്, അരബ്സും ഉണ്ട്, യഹൂദരുമുണ്ട്. 2 കൂട്ടര് വരുന്നു. അവരിടയ്ക്കിടയ്ക്ക് എല്ലാ കലാപങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ കലാപങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ബ്രിട്ടീഷുകാർക്ക് വലിയ പ്രശ്നമായിട്ട് തീർന്നു. അങ്ങനെ ബ്രിട്ടീഷുകാര് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയും അവർക്കുണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ 1948 യുഎൻഒയില് സർക്കാർ പറഞ്ഞിരുന്നതുപോലെ യുഎൻഒയില് ഈ പ്രശ്നം അവതരിപ്പിച്ചു. 48 യുഎൻഒ 2 കൂട്ടർക്കും രാജ്യങ്ങൾ വേണമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. അന്ന് യഹൂദർ 7 ലക്ഷം പേരാണ് അവിടെ, അറബികൾ 12 ലക്ഷം പേരുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യുഎൻഒയുടെ തീരുമാനം അനുസരിച്ച് പാലസ്തീൻ വിഭജിക്കപ്പെടുന്നു. അത് 2 കൂട്ടർക്കുമായി, യഹൂദർക്കും അറബികൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്നു. ഏതായാലും ബ്രിട്ടനെ എത്രയും പേര് അവിടെ നിന്ന് മാറണമായിരുന്നു. അവര് പുതിയ രാഷ്ട്രം പ്രഖ്യാപിച്ചേച്ച് അവർ മാറി. അത് രാഷ്ട്രമാണ് ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിച്ച് അവര് 30 വർഷത്തെ അവരുടെ ഭരണം രാജ്യങ്ങളിൽ മാറി. ഇത് കഴിഞ്ഞപ്പോഴാണ് ആരബ്സ് ഈ യുഎൻഒയുടെ തീരുമാനം ആരബ്സ് ആരും അംഗീകരിച്ചു. ഇവരാണ് പ്രശ്നം കിടക്കുന്നത്. ഇന്നും പലരും അവരെ അംഗീകരിക്കുന്നില്ല. അവിടെയാണ് സാർ പറഞ്ഞ പോലെ ആ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ ഒരു പ്രശ്നം അവിടെയുണ്ട്. നമ്മുടെ ഇന്ത്യ ഗാന്ധിജിയെ തീരുമാനമൊക്കെ അനുസരിച്ച് ഇന്ത്യയുടെയും ഒരു പിന്നെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എല്ലാ മതക്കാരും ഒന്നിച്ച് ആയിരിക്കുക, ഒരു മതേതര രാഷ്ട്രമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ളതായിരുന്നു ഇന്ത്യയുടെ ഒരു തീരുമാനം. അപ്പോൾ പിന്നെ ഈ രാഷ്ട്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രഖ്യാപിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ അറബ് രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരായി. ഇതാണ് ഒരു പ്രശ്നത്തിലേക്ക് പിന്നെ കടക്കുകയാണ്. 5 രാജ്യങ്ങളാണ്: ഈജിപ്റ്റ്, സിറിയ, ഇറാഖ്, ലെബനോൻ, യോർദാൻ. 5 രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു. 48 ആ യുദ്ധത്തിൽ ഇസ്രായേൽ ചെറുത്തു നിന്നു. കാരണം അതിനു മുൻപ് അവരുടെ കുറേയൊക്കെ ആയുധങ്ങളും പരിശീലനങ്ങളും ഒക്കെ അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ചെറുത്തു നിന്നു. ഏതായാലും അവർ ആ യുദ്ധത്തിൽ കഷ്ടിച്ച് വിജയിച്ചു എന്ന് നമുക്ക് പറയാം. പിന്നീട് ധാരാളം യഹൂദർ അവിടെ വന്ന് പാർക്കുകയും നമ്മുടെ ഇന്ത്യയിലൊക്കെ പോയത് അവരായിരുന്നു. 1000 പേരോട് അവർ പോയതാണ്. അപ്പോൾ അവിടെ താമസിച്ചു. അങ്ങനെ കൂടുതൽ അവരുടെ രാഷ്ട്രത്തെ ക്രമീകരിക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷമാണ് അടുത്ത യുദ്ധം വരുന്നത്. 1967 6 ദിവസത്തെ യുദ്ധം എന്ന് പറയുന്നത്. അത് വീണ്ടും അവിടെ അറബികൾക്ക് വലിയ പരാജയമുണ്ടാകും. ഈജിപ്തിന് ഗാസായും സീനായും പ്രദേശവും നഷ്ടപ്പെട്ടു. ഈജിപ്തിന് പിടിച്ചെടുത്തു.
സിറിയയ്ക്ക് ഗോലാൻ കുന്നുകൾ നഷ്ടപ്പെട്ടു. ജോർദാന് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമിന്റെ പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെയാണ് ഈ പറഞ്ഞ പോലെ PLO ഗറില്ല വാറിലേക്ക് പോകുന്നതും അവർ രൂപീകരിക്കുന്നു. PLO രൂപീകരിച്ചു ഉടൻ തന്നെ അറാഫത്തിന്റെ നേതൃത്വം. അതൊരു സായുധ സേനയായിരുന്നു. 73 വീണ്ടും അക്രമമുണ്ടായി. ഇസ്രായേലിനെ USA അതുപോലെ തന്നെ യൂറോപ്പും എല്ലാം സഹായിച്ചു. 73 74 ഇന്ത്യ PLOയെ അംഗീകരിച്ചു. 75 അവരുമായി നയതന്ത്ര ബന്ധമുണ്ടായി PLOയ്ക്ക്. പാലസ്തീൻ എംബസി തന്നെ ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. 88 ഇന്ത്യ പാലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചു. ഇത്രയും സംഭവങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. 1978 ക്യാമ്പ് ഡേവിഡ് എന്ന് പറയുന്ന സമാധാന കരാറ് ഉണ്ടായത്. സിനായി ഈജിപ്തിൽ വിട്ടുകൊടുത്തപ്പോൾ പിന്നെ 81 ഗോലാൻ കുന്ന് ഇസ്രായേലിനോട് ചേർക്കപ്പെട്ടു. ഇസ്രായേലിന് കിട്ടിയതാണ്. ഇസ്രായേലിനോട് ചേർക്കപ്പെട്ടു. 87 പാലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് രൂപീകരിച്ചു. അത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ പതിപ്പായിട്ടാണ് അവിടെ പാലസ്തീനിൽ അത് സ്ഥാപിക്കുന്നത്. ഏതായാലും 1993 95 സമാധാന ഉടമ്പടികൾ നടത്തുന്നു. പാലസ്തീനെ ഒരു ഭരണകൂടമായിട്ട് പലരും അത് രൂപീകരിച്ചു. അതിനെ അംഗീകരിക്കുവാനായിട്ട് ഇടയായി. 2007 ഗാസയിൽ ഹമാസ് അധികാരം പിടിച്ചു. അപ്പോൾ ഈ ഗാസയിൽ അധികാരം പിടിച്ച ഹമാസ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സായുധ സംഘടന തന്നെയാണ്. അതിന്റെ സ്വഭാവം എപ്പോഴും അതിനുണ്ട്. അതേസമയം വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻകാരെ സഹായിച്ചത് അല്ലെങ്കിൽ അവരെ ഭരിച്ചത് ഫാത്ത എന്ന് പറയുന്ന PLO വെസ്റ്റ് ബാങ്കിൽ. ഇപ്പോഴും അതാണ് നടക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്ത കാലത്ത് പല അറബി രാജ്യങ്ങളുമായി ഇസ്രായേൽ അടുക്കുവാനും നല്ല ബന്ധം സ്ഥാപിക്കുവാനും തുടങ്ങി. അപ്പോൾ ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒക്ടോബർ 7 പെട്ടെന്ന് ഹമാസ് 1400 ജനങ്ങളെ ആൾക്കാരെ കൊല്ലുകയും 200 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചതിന് ഫലമായിട്ട് അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞത് 8000 പേര് ഗാസയിൽ മരിച്ചു എന്നാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, സമാധാനം ഇല്ലാതാക്കുക മാത്രമാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധത്തിന്റെ നിയമം അനുസരിച്ച് എന്താണ്? ജനീവ കൺവെൻഷനിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്ന നിയമം എന്താണ്? നിരപരാധികളെ കൊല്ലരുത്, സിവിലിയൻസിനെ ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അതൊക്കെ എന്തുമാത്രം അവിടെ നടക്കുന്നു എന്നുള്ള സംശയമാണ്. മരിച്ചവരെ സ്ത്രീകളും കുട്ടികളും ഭക്തന്മാരും എല്ലാം ഇപ്പോൾ പറഞ്ഞതുപോലെയുണ്ട്. ഹോളി ലാൻഡ് ഇന്നൊരു അൺഹോളി ലാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഗാസയിലേക്ക് ഇസ്രായേലാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഭക്ഷണമില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, ഇന്ധനമില്ല. ഇസ്രായേൽ എല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നു വടക്കു നിന്നുള്ള ഗാസയിലെ ജനമെല്ലാം തെക്കോട്ട് പാലായനം ചെയ്യണം. എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇതെല്ലാം നടക്കുകയാണ്. വലിയ തോതിൽ ബോംബിങ് നടക്കുന്നു. വടക്കു ഭാഗം ഈ വടക്കു ഭാഗത്ത് മുഴുവൻ പെട്രോളിംഗ് നടക്കുകയാണ്. നമുക്കറിയാം, ഈ ടണലുകളാണ് അവിടെ ഉള്ളത്. ടണലുകളിലാണ് അവർ കൂടുതലും ഈ ഹമാസിലെ തീവ്രവാദികൾ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ എല്ലാം നശിപ്പിക്കുവാനായിട്ട് അവർ മുമ്പോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ യുദ്ധത്തിലാണ്. ആ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ കണക്കനുസരിച്ച് തന്നെ 1.5 കോടി ഉക്രൈനിയൻസാണ് അഭയാർത്ഥികളായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 14,000 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ യുദ്ധങ്ങൾ പലതുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ യുദ്ധത്തിനാണ് കോൺസെൻട്രേഷൻ ചെയ്തത്. നമുക്ക് താല്പര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും സമാധാനം, യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ സമാധാനം
സാർ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും ഇതിനു വേണ്ടി വളരെ പോസിറ്റീവായിട്ട് മുൻപോട്ടിറങ്ങി പക്ഷം പിടിക്കാതെ യുദ്ധം അവസാനിപ്പിക്കുക, ചർച്ചകളിലേക്ക് തീരുമാനങ്ങളിലേക്ക് വരിക, ശാശ്വതമായ പരിഹാരം രണ്ട് കൂട്ടരെയും അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കാതെ അറബികൾക്കും സാധ്യമേ അല്ല സമാധാനം. ഇതിന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇസ്രായേലിനെ നടത്തിയെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ ഇഷ്ടപ്പെടൽ ഈ യുദ്ധത്തിലും നമ്മളുടെ ലോകത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ സാധ്യതയൊക്കെ ഒരുക്കുന്നതിനും ക്രിസ്ത്യൻ ബസ് അസോസിയേഷന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു കടച്ചുമുട്ടിൽ ഇതിനുവേണ്ടി പൊന്നാടായിട്ട് ആദരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ ഷിബു ഉമ്മൻ ഇപ്പോൾ കെ കുഞ്ഞു സ്നേഹിച്ച മനോഹരമായ പുസ്തകം തിരുമേനിക്ക് കൈമാറും. ഇപ്പോൾ വിവിധ രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ചിലരെ പൊന്നാടയിട്ട് ആദരിക്കേണ്ടതായിരിക്കും. ധനായ സമുദായത്തിന്റെ കരുത്തനായ സെക്രട്ടറി ടി.ഒ. എബ്രഹാം അവരുടെ നമ്മുടെ ജോണി കുതിരവട്ടം പൊന്നാടയിട്ട് ആദരിക്കും. ജോണി കുതിരവട്ടം ഒരു പുസ്തകം സമ്മാനിക്കുന്നത് നമ്മുടെ ടി.സി. തോമസ് തോപ്പിൽ അവരുടെ റിപ്പോർട്ട് ആദരിക്കും. നമ്മുടെ പ്രിയങ്കരനായ തോമസ് കുട്ടിച്ചായ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തോമസ് കുട്ടിച്ചായ ഒരു പുസ്തകം ഇപ്പോൾ രാജൻ സജി സമ്മാനിക്കുന്നത്. സജി മണി നമ്മുടെ പ്രിയപ്പെട്ട എളേശ്വരൻ അച്ഛനെ ഇപ്പോൾ ഒരു നമ്മുടെ എബ്രഹാം മാത്യു പനച്ചുകൊണ്ട് ഇവിടെ തോമസ് കുട്ടിച്ചായൻ തേവരത്തിലെ തോമസ് കുട്ടിച്ചായനെ ഇപ്പോൾ രാജൻ കണ്ണാട്ടം പ്രിയപ്പെട്ട മധുരംകോട്ടച്ഛനെ ഇപ്പോൾ തോമസ് മാമൻ മുത്തമ്പലിക്ക് മധുരംകോട്ടച്ഛനെ Congratulations and celebrations. I want the world to know that you are a great man. Thank you. ഇപ്പോൾ നമ്മുടെ സഹോദരൻ ആദരിക്കും. സാബു കണ്ണാടിപ്പുഴ പേർക്കുടിച്ചാൽ ഇപ്പോൾ സാബു കണ്ണാടിപ്പുഴ രാഴ്ചാണ് നമ്മുടെ ഗ്രേസി ഫിലിപ്പ് ആദ്യം സംഭവം കൊണ്ടാടുന്നത്. തുടർന്ന് ടി.ഒ. എബ്രഹാം അവർ എല്ലാവരും ചുരുക്കി ഇനിയും ബാക്കിയുള്ള ഓരോ മിനിറ്റ് കൊണ്ട് ആശംസ പറഞ്ഞ് അവസാനിപ്പിക്കണം.
അഭിനന്ദനായ ഈ സംസ്ഥാനമായ കത്തോലിക്ക സഭയുടെ മെത്രാപ്പൊലീത്ത, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രൊഫസർ PJ സാറ്, കാലഘട്ടപ്പെട്ടാതി എല്ലാവരുടെയും പേരിൽ പല സമയങ്ങളിൽ എല്ലാവരും സാപ്പാടെ എന്തെങ്കിലും പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലായി. രണ്ടു വാർത്തകൾ ഞാൻ അവസാനം ചെയ്യാം. സമയം കണ്ടമാനം നീണ്ടുപോയി. 1:30 തുടങ്ങിയപ്പോൾ 5 മണി കഴിഞ്ഞു. എന്റെ പ്രശ്നത്തിൽ ആകുന്നാലും പേടിക്കണ്ട, ഞാൻ അവിടെ നിർത്തിയേക്കാം. സാർ പറഞ്ഞെടുക്കുമെന്നാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. AD 70 ജെറുസലേം കത്തിച്ചപ്പോൾ അവിടുത്തെ യഹൂദന്മാർ പാലായനം ചെയ്തു. ആ പാലായനം ചെയ്ത കൂട്ടത്തിലുള്ളവരാണ് ഞങ്ങൾ. ജ്ഞാനായക്കാര് എന്ന് പറയുന്നത് യഹൂദ നസ്രാണികളാണ്. യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തു യഹൂദനായിരുന്നു. യേശുക്രിസ്തു യഹൂദ മതത്തിന്റെ ഏറ്റവും വലിയ ദേവാലയമാണ്. എല്ലാ ദേവാലയമുള്ളത് സിനഗോഗ് എന്നാണ് പറയുന്നത്. ആ യഹൂദ ദേവാലയത്തിൽ യേശുക്രിസ്തുവിന്റെ മരണസമയം വരെയും അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് ഈ യഹൂദ ദേവാലയത്തിലാണ്, ജെറുസലേം ദേവാലയത്തിൽ. അവിടെ റോമാക്കാരോട് കത്തിച്ച ആ സമയത്ത് അവിടുന്ന് പാരായണം ചെയ്ത് ഞങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച യഹൂദ നസ്രാണികൾ, യഹൂദന്മാരായ ക്രിസ്ത്യാനി. നസ്രാന എന്ന് പറയാൻ നസ്രാനായ യേശു നസ്രയത്തിലാണ് അദ്ദേഹം ജനിച്ചത്. യേശുക്രിസ്തു ജനിച്ച സ്ഥലത്തിന്റെ പേര് നസ്രയത്ത് എന്നാണ്. അപ്പൊ നസ്രാണി എന്ന് പറയും. അങ്ങനെ യേശുക്രിസ്തു ജനിച്ച സ്ഥലത്തുണ്ടായിരുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദ നസ്രാണികളായ ഞങ്ങൾ ഉൾപ്പെടെ യഹൂദന്മാര് AD 70 അവിടുത്തെ പാരായണം ചെയ്ത് ഇവിടെ എഡേസ തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്നു. അവിടുത്തെ ഗ്രായികം എന്ന് പറയുന്ന ആളും അദ്ദേഹം യഹൂദൻ തന്നെ. അദ്ദേഹം അവിടുന്ന് ഈ സുഗന്ധദ്രവ്യങ്ങളുടെ ബിസിനസ്സായിരുന്നു അദ്ദേഹം. യഹൂദന്മാർക്ക് എല്ലായ്പ്പോഴും ബിസിനസ്സാണ്, അന്ന് നോക്കാം. അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൂട്ടത്തിലാണ് ഇവിടെ കേരളം വന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളും ഇവിടെ വന്നു. അതിന് മുമ്പ് തന്നെ യഹൂദന്മാരിവിടെ കേരളത്തിൽ നമ്മളിവിടെ പറവൂരൊരു സിനഗോഗുണ്ട്. ഞാൻ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ യഹൂദന്മാരുടെ അതേ ദേവാലയമാണ്. അവിടെ ആ ദേവാലയത്തിനകത്ത് പ്രധാന സ്ഥലം നമ്മുടെ ബൈബിളൊക്കെ പറയും. പ്രധാന സ്ഥലം, അതിന് വിശുദ്ധ സ്ഥലം. അവിടെ ഒരു പുരോഹിതൻ നിൽക്കുകയാണെങ്കിൽ ആ പുരോഹിതൻ മരിച്ചാൽ അവിടെ പുരോഹിതന്റെ കാലിൽ കയറിടും. അദ്ദേഹം മരിക്കുകയാണെങ്കിൽ കയർക്ക് വലിച്ചെടുക്കാനേ പറ്റുള്ളൂ, കയറാൻ അധികാരമില്ല, അനുവാദമില്ല. അപ്പൊ ആ പാരമ്പര്യത്തിൽ അന്ന് യഹൂദന്മാര് വന്ന് ഏറ്റവും സേഫായ സ്ഥലത്താർ പറഞ്ഞതുകൊണ്ട് കേരളമായിരുന്നു. ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദുവിൽ ഉണ്ടായിരുന്ന ചേരമാൻ പെരുമാളിനെ പോലെയുള്ള ആൾക്കാരാണ് അവിടെ സ്വീകരിച്ച് പദവികൾ കൊടുത്ത് അവരെ അംഗീകരിച്ചു. അവരന്നേരം യഹൂദരായിട്ട് നിന്നു, ഞങ്ങൾ യഹൂദ നസ്രാണികളായിട്ട് നിന്നു. അങ്ങനെ വന്നതിൽ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, അവർക്ക് രാജ്യം വേണമെന്ന് പറയുമ്പോൾ വില കൊടുത്ത് മേടിക്കുകയായിരുന്നു. അത് UN അവർക്ക് കൊടുത്തതല്ല, അവര് പൈസ കൊടുത്ത് അവര് സ്ഥലം വാങ്ങി അവിടെ ഭവനങ്ങൾ നിർമ്മിച്ചാണ് ഇസ്രായേൽ. ഞാൻ 6 പ്രാവശ്യം ഇസ്രായേലിൽ പോയിട്ടുണ്ട്. മാസങ്ങളോട് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. 1995 ഞാൻ ആദ്യമായിട്ട് ഇസ്രായേലിൽ പോയിട്ടുണ്ട്. അവർക്ക് വ്യാഴാഴ്ച സന്ധ്യയാകുന്ന വെച്ചു കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നുമില്ല. ശാബത്ത് ഭയങ്കര വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശാബത്തിന് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കടകളിൽ അടയ്ക്കും. ആ ശാബത്തിൽ അവര് നമ്മുടെ ബൈബിളിന്റെ പഴയ നിയമം വരെയും നമ്മുടെയും ക്രിസ്ത്യൻസിന്റെയും അവരുടെയും സെയിം, യാതൊരു മാറ്റമില്ല. പഴയ നിയമത്തിന് ശേഷം തോറ എന്നവർ പറയുന്നത്. തോറ എന്ന് പറയുന്നത് നമ്മുടെ പഴയ നിയമവും അവരുടെ പഴയ നിയമവും സെയിം തന്നെ. അതിനുശേഷമാണ് നമ്മുടെ പുതിയ നിയമം ഉണ്ടായത്. പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നില്ല, ക്രിസ്തു വരുവാനിരിക്കുന്നു ഉള്ളൂ എന്നാണ് അവരെ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ അവിടെ എന്താണ് യുദ്ധം ഉണ്ടാകാനുള്ള കാര്യം അതാരും പറയുന്നില്ല. ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്, പക്ഷെ രാഷ്ട്രീയക്കാരെല്ലാം നമ്മൾ ആ രീതിയിൽ അങ്ങനെ ആക്കും. പക്ഷെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് യുദ്ധം ഉണ്ടാക്കിയത്. തുടക്കമിട്ടത് അവരാണ്, അല്ലാതെ വേറെ ആരുമില്ല. ഇസ്രായേൽ ഒന്നും ചെയ്തില്ല. ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് റോക്കറ്റുകൾ പറന്ന് ഇങ്ങനെ 2000 പേരെ അവർ ടൗണിന്റെ നടുക്കോട്ട് വധിക്കുകയായിരുന്നു. അത് ഹമാസ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഹമാസിന് ഫണ്ട് വേണം. അവരിങ്ങനെ ഇരിക്കുമ്പോൾ 2 വർഷം 3 വർഷം കൂടുന്ന ഉടനെ അവർ തന്നെ ഈ തീവ്രവാദ സംഘടനയാണ് യുദ്ധം ഉണ്ടാക്കുന്നത്. അല്ലാതെ അവിടെ യുദ്ധം ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്താ? അവർക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യും. ആ ഫണ്ട് കളക്ട് ചെയ്ത് ഭയങ്കര ഭീമമായി അവരുടെ നേതാക്കന്മാരെല്ലാം പാരീസിലും ലണ്ടനിലും വിദേശങ്ങളിലാണ് അവർ വസിക്കുന്നത്. അവർക്ക് ഒരാൾക്ക് തന്നെ
ഒരു മാസം കൊടുക്കുന്ന 1 കോടി രൂപ വെച്ചാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ സുഖമായിട്ട് ജീവിക്കുന്നു, കുറെ ചാപനങ്ങളെ ഇട്ടുകൊണ്ട് ചെയ്യുന്നു. യുദ്ധത്തിന് ഇവിടുന്ന് നമ്മൾ അവർ മിസൈൽ വിൽക്കുന്നുണ്ട്. സ്കൂളിന്റെ അവിടുന്ന് ഇസ്രായേൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അവിടെ സൈറൻ മുടങ്ങുമ്പോൾ എല്ലാ വീടുകളുടെയും അടിയിൽ അവർക്ക് സേഫ്റ്റി സ്ഥലമാണ്. ഞാൻ താമസിച്ച ഫ്ലാറ്റ് എല്ലാ ഫ്ലാറ്റുകളും സൈറൻ മുടങ്ങിയാൽ ഓടി അതിനകത്ത് കയറിക്കണം, ഒന്നും സംഭവിക്കത്തില്ല. എത്ര ബോംബിട്ടാലും ഭൂമിക്ക് അടിയിലുണ്ടാകും. അതിനകത്ത് എത്ര പേർക്ക് വേണമെങ്കിൽ എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം അത് സ്റ്റാറ്റ്യൂട്ടറി അതുണ്ടെങ്കിലേ ഫ്ലാറ്റ് പണിയാൻ പറ്റും. ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബങ്കർ ഉണ്ടാക്കണം. വീടിനടി ഭൂമിക്കടി ഇസ്രായേലിലെ എല്ലാ വീടുകളും നിർബന്ധമാണ്. അപ്പൊ അവിടെ ഒരു മിസൈൽ പൊങ്ങിയാൽ അവരുടെ രാജ്യത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അടിച്ചു എന്ന് പറയും. ഓട്ടോമാറ്റിക് സംവിധാനം ഉണ്ടാക്കിയിട്ടിരിക്കുക. വിദേശത്ത് ഇതിനകത്ത് കിടക്കുന്നവരാണ് ഇവർക്ക് ഇപ്പോഴും. പുറത്തുനിന്ന് പൊങ്ങി അതിർത്തി വരെ പോയി ചില ഡയലോഗ് തന്നെ അടിച്ചു സംഭവിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ഇസ്രായേലും റഷ്യ അവരിൽ കൂടിയാണ് തോന്നുന്നത്, അമേരിക്ക നമുക്കറിയാവുന്നത്. ലോകത്തിലെ ഏറ്റവും സാറോ പറഞ്ഞു. അപ്പൊ അവരെ ചൊടിപ്പിച്ച് അവരുടെ ഇടയിൽ നിന്ന് തന്നെ മിസൈൽ ഇട്ട് കുറെ ആൾക്കാരെ അവർ അവർക്കിടെ ഇത് സെൻട്രൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ചുറ്റും യഹൂദന്മാരുടെ ആണ് താമസിക്കുന്നത്. ഇത് നടുക്കൊരു സ്ഥലമാണ്. അവിടെ ആകപ്പാടെ കേരളത്തിന്റെ പകുതിയേ ഉള്ളൂ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പകുതിയേ ഉള്ളൂ. ഇപ്പൊ ചെങ്ങന്നൂർ ഏരിയ ഇവിടെ ഇവരെ ഫലസ്തീൻകാരുണ്ടെങ്കിൽ ഇതിന് ചുറ്റും കിടക്കുന്ന ഇവരാ ഇസ്രായേൽക്കാർ, ഈ യഹൂദന്മാർ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നടക്കുന്ന അവർ വരുന്നത്. അപ്പൊ അവർക്ക് കട്ട് ചെയ്ത് കളയുവാനുള്ള സൗകര്യം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അവര് പൈസയ്ക്ക് വേണ്ടി മാത്രം സ്കൂളുകൾ അവിടെ സ്കൂളുകളുണ്ട്. ആ സ്കൂളിന്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇവര് മിസൈൽ അയക്കും. എവിടോട്ടാണ് ഓട്ടോമാറ്റിക് മിസൈൽ പൊങ്ങുന്നിടത്തോട് തന്നെയാണ് തിരിച്ചു വിടുന്നത്. അതേ സെന്ററിലാണ് ഇവര് കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ മുഴുവൻ പിള്ളേരെ കൊല്ലണം, കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവരെ നമ്മളൊരു വീഡിയോയ്ക്കകത്ത് കണ്ടതാ എടുത്തോണ്ട് പോകുന്നു. അവരുടെ വണ്ടി കണ്ടപ്പം കൊണ്ടുപോകുന്ന ശവം എഴുന്നേറ്റ് ഓടുന്നു നോക്കുകയാണ് സമയത്തുള്ളത്. ശവമൊന്നും അല്ലായിരുന്നു. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പറയും യുദ്ധം അവസാനിപ്പിക്കണം, എല്ലാവരും ആർക്കും യുദ്ധം വേണ്ടത്, എല്ലാവർക്കും യുദ്ധം അവസാനിപ്പിക്കണം തന്നെയാണ്. പക്ഷെ നമ്മൾ അതാണ് പറയുന്നത്, അതല്ല, തീവ്രവാദം അവസാനിപ്പിക്കണം. അതിന് ഇന്ത്യയും നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയത്തിലെ വലിയ നേതാക്കന്മാർ തീവ്രവാദം നമുക്ക് ആർക്കും ശാശ്വതം ഇന്ത്യക്ക് ഉറപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആരും മുസ്ലിങ്ങൾ പോലും അതിനെ അംഗീകരിക്കത്തില്ല. തീവ്രവാദത്തിനെ ആരും അംഗീകരിക്കത്തില്ല. അതിനെ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം എന്ന വാക്കുകൾ. ഈ സമയത്ത് നമ്മുടെ ഷെറി സാറാണ് കാളിദാസ് പട്ടതിരിപ്പാട് നന്ദനിക്ക് കൈമാറി. ഷെറി ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ പ്രശസ്തി പത്രം തിരുമനസ് ഷെറിക്ക് കൈമാറുന്നത്. എല്ലാം മിടുക്കനായ ഫോട്ടോഗ്രാഫർ. നിങ്ങളെല്ലാം എഴുതിയിട്ടിരിക്കണം, എന്നാലേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാളിദാസ് ഭട്ടതിരിപ്പാട് സംസാരിക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന് വേണ്ടി നമ്മുടെ ആലിച്ചൻ ആറന്നിൽ പൊന്നാടയിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്നത്. ആലിച്ചൻ ആറന്ന് നമ്മുടെ സജി മഴിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം നൽകി ആദരിക്കുന്നത്. അല്ല പിതാവിടെ നിൽക്കാം. പിതാവിടെ ഒന്ന് വെച്ചാ ഒന്ന് തൊട്ടേക്കാം. എഴുതുന്ന പിതാവിടെ എടുക്കുന്നത്. ഓക്കെ, തുടർന്ന് തിരുവനന്തപുരം സംസാരിക്കും. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ സുബീർ തോമസ് യോഗം കണ്ടിരുന്നതായ നമ്മുടെയൊക്കെ ആരാധനായ
ചെറിയ കെടിയിലാണ് തൃശ്ശൂർക്ക് പോകുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ അഹങ്കാരം കാണിച്ചായിരുന്നു തോന്നുന്നത്. ഇവിടെ വിജയകരൻ സാർ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതാണ് പറയുന്നത്. സത്യമാണ്. ഞാൻ കൂട്ടിച്ചേർത്ത് ഈ തീവ്രവാദം ഇതാണ് നല്ല ദൈവമേ ഞങ്ങളെല്ലാവരെയും അല്ലേ ഈ ദൈവത്തെ വിളിക്കുന്ന നമുക്കൊക്കെ ആ ഒരു മാർഗത്തിലേക്ക് തന്നെ ഈ അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തെ മറക്കാതിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ തീവ്രവാദം വലിയ യാഥാർത്ഥ്യം കഴിക്കുന്നുണ്ട്. എന്തൊക്കെ കഴിക്കുന്ന ശബ്ദം കഴിക്കുമ്പോഴൊക്കെ പേടിയാണ്. നമുക്ക് രക്ഷയുണ്ടോ അറിയില്ല. ഓരോ ശബ്ദങ്ങൾ കഴിക്കും. നമ്മുടെ കേരളത്തിൽ പോലും എന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ തന്നെ നമുക്കൊരു ആശങ്കയാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാ നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാ യേശുദേവൻ ഒരേപോലെ ചിന്തിച്ചിരുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ആയുധം എടുക്കാതെ യുദ്ധം ചെയ്തതാണ് ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിൽ മാത്രമല്ല. അങ്ങനെ ബുദ്ധിപരമായ നീങ്ങുന്നത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന വാസ്തവത്തിൽ രാഷ്ട്രസന്മാരെന്നാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന സത്യമാണ്. അതാണ് നമ്മുടെ ഞാൻ ഒരുപാട് അതിൻ്റെ ഒരു സാനിറ്റി കീപ്പ് ചെയ്യുന്ന സമുദായമാണ് തോന്നുന്നു. ഏതായാലും ഇത് നമ്മൾ ചിന്തിക്കണം. എല്ലാം ഒന്ന് തന്നെയാണ്. ദൈവത്തിന്റെ മുന്നിലാണ് എല്ലാം ഒന്നാണ്. നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്ന ജീവൻ എല്ലാം ഒന്നാണ്. ശരീരം ആ ജീവൻ കടപ്പെട്ടാൽ ശരീരം ശരണമറ്റ് കിടക്കുകയുള്ളൂ. എത്ര കാലം ജീവിച്ചാലും ആ ചൈതന്യം ബന്ധപ്പെട്ട ശരീരം മനോഹരമായ ശരീരം ഒരു കാര്യമില്ലെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ദൈവത്തെ മറക്കാതെ ജീവിക്കാൻ ഞാൻ പരിശീലിക്കുന്നത്. അതെല്ലാം ഒന്നായിട്ട് എല്ലാവരും സഹോദരന്മാരാണ്. ഓരോരുടെ രീതിയിൽ തന്നെ പെട്ടോട്ടെ. അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇതിനൊക്കെ കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങോട്ട് വരാൻ പലതും വരാൻ തയ്യാറായിരിക്കും. അതുകൊണ്ടൊരു മാതൃകയെ സ്വീകരിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി നമുക്കെല്ലാം കൈകോർക്കാൻ അവസരം ഉണ്ടാകുന്നത് മാത്രം പ്രാർത്ഥിക്കും. നമുക്ക് വിജയിക്കും. ദൈവത്തെ മറക്കാതെ ജീവിച്ചതൊക്കെ നേരെയാണ് വിശ്വസിക്കാം. ഈ ചാനലിൽ പറയാൻ മതത്തിന് പറയാൻ ഈ സ്വാഗതം പറയുന്നു എന്നെയല്ല പറയുന്നത് വിചാരിച്ചാണ്. എന്നെയല്ല പറയും ഈ ഒരുപാട് കുട്ടി പറയും സ്വാഗതം. അപ്പൊ നമ്മളിത് വിഷമിക്കാറുണ്ട്. ചിലപ്പോൾ ഇത്രയ്ക്കൊന്നും വലിയ ആൾക്കാരൊന്നും അല്ല ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതെ അതെ പറയും. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് സ്വാഗതം പറയുമ്പോൾ നമ്മൾ വേറെ ലോകത്തിന് ഇന്നുണ്ടാകും. രണ്ടാമത് ഈ നെവർ സേ സോറി നെവർ സേ സോറി ഒരിക്കലും സോറി എന്ന് പറയാൻ അവസ്ഥ ഉണ്ടാക്കി. ഞാൻ വിഷയത്തിൽ വിട്ടുപോകില്ല. നമുക്ക് സമാധാനത്തിന് വേണ്ടി നമുക്ക് കൈവച്ചാൽ ലോകത്തിലുള്ള ഈ ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞ ഈ തീവ്രവാദം തന്നെയാണ്. അതിനൊരു മറുപടി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെയും നിങ്ങൾ പരിഗണിച്ചതിന് എനിക്ക് നല്ല ശബ്ദം എല്ലാവരും മുൻനിരയപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ നമ്മുടെ സമാധാനത്തിനായിട്ട് വെടിയുതിരികൾ നടത്തി പ്രിയപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്താൻ നമുക്ക് എല്ലാവരും കത്തിച്ചു കൊടുത്തത്. ഓരോ മെഴുകുതിരിയും കൊണ്ട് പിടിച്ചു. പാട്ട് പാടിക്കാൻ വാങ്ങിയത് പാട്ട്
ഉത്സാഹപ്രകാരം തിരുമനസിലെ ഈ എളിയ ഭവനത്തില് നിന്റെ മക്കളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ ഇന്ന് ഞങ്ങളുടെ സഹോദരങ്ങളായി പലസ്തീനിലും ഇസ്രായേലിലും താമസിക്കുന്ന അവരനുഭവിക്കുന്നതായ ആ പീഡനങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവായി നീ നന്നതായ ഈ നല്ല സമയത്തിനായി പ്രത്യേകമായി ഞാൻ സ്തുതിക്കുന്നു അവസരപ്പെടുത്തുന്നു. മലാഖി പ്രവാചകൻ പറയുന്നത് പോലെ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്ന് ഞങ്ങൾ വായിക്കുകയാണ്. ദൈവമേ, അവിടുത്തെ എളിയദാസരായ ഞങ്ങൾ വിനയത്തോടും താഴ്മയോടും സമർപ്പണത്തോടും കൂടി ഞങ്ങളുടെ യുദ്ധഭൂമിയിൽ നടത്തുന്നതായ കലാപങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടി സർവശക്തനായ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതാണല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ. അങ്ങനെയെങ്കിൽ പിതാവേ, അവിടുന്ന് ശാന്തമാകുക എന്ന കടലിനോട് പറഞ്ഞപ്പോൾ അത് ശാന്തമായിരുന്നു. അവിടുന്ന് ഈ യുദ്ധത്തിന് വേണ്ടി പോരാടുന്ന എല്ലാവർക്കും നിന്റെ ദിവ്യമായ സമാധാനം മുമ്പ് ഞങ്ങൾ കേട്ടതുപോലെ സ്വർഗീയമായ സമാധാനം സഹിക്കുകയും ക്ഷമിക്കുകയും ഓർക്കുകയും ചെയ്യുന്നതായ ദൈവസ്നേഹത്തിൽ കൂടെ സമാധാനം അവർക്ക് ഹൃദയങ്ങളുണ്ടാകുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ പോലെയുള്ള അനേക ആളുകൾ ദുഃഖത്തിലും കാലത്തിലും പട്ടിണിയിലും വ്യസനത്തിലും കഴിയുമ്പോൾ ദൈവമേ, ഞങ്ങൾ അവർക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണം. ദൈവമേ, ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തിലെങ്കിലും അതിൻ്റെ ഒരു അന്ത്യം തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ പെരുമലത്തിന്മേൽ ആ വലിയ പെരുന്നാൾ നടക്കുന്ന നവംബർ മാസത്തിൽ ദൈവമേ, ആ പിതാവിൻ്റെ പ്രാർത്ഥന ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടാകുവാൻ ഇടയാക്കുന്നു. സമാധാന പ്രഭുവാകുന്ന കർത്താവേ, അവിടുന്ന് ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അങ്ങയെ പ്രസാദിപ്പിക്കുന്ന വാത്സല്യ മക്കളായി ഞങ്ങളൊക്കെ ആക്കി തീർക്കുന്നു. ഞങ്ങളോടുകൂടെ വന്നിരിക്കുന്ന പ്രിയ പ്രിയൻ സാറിനെയും പ്രിയ തിരുമേനിയെയും അതുപോലെ ഇവിടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃപ്പാദത്തിന് സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്കൊപ്പം നൽകിയിരിക്കുന്ന സ്വർഗീയവും ലൗകികവുമായ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും അവർക്ക് സ്തുതിക്കുന്നു. ആക്കിയിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിലും അവിടുത്തെ മക്കളായി സാക്ഷികളായി ജീവിക്കാൻ ഇടയാക്കണമേ. ഞങ്ങൾ ഈ ലോകത്തിന് വെളിച്ചം പകരുവാനും ഉപ്പിനെ പോലെ സ്വാദ് പറഞ്ഞു കൊടുക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. മശിഹാമുഖാന്തരം അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ഇപ്പോൾ PC തോപ്പിൽ അച്ഛൻ കൃതജ്ഞത പറഞ്ഞ് സംസാരിക്കുന്നു. എല്ലാവരും കാപ്പി പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അസോസിയേഷൻ തോമസ് കുട്ടി പാസ്റ്റർ, ക്രിസ്ത്യൻ പ്രസ്
യോഗത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ പ്രൊഫസർ പി എ ബീസ, ഈ യോഗത്തിലെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിനന്ദനായ ഗീവറീസ് മാറപ്പൻ തിരുമേനി, സ്വാഗത പ്രസംഗം നടത്തിയ ആദിത്യനാനന്ദൻ, മുഖ്യ സന്ദേശം നൽകിയ ജ്ഞാനായ സമുദായത്തിന്റെ സെക്രട്ടറി ശ്രീ ടി ഒ എ വെള്ളം, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ഇവിടെ കൂടിയിരിക്കുന്നതായ എല്ലാ ബഹുമാന്യരായ വ്യക്തികളെ, ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളുടെ പൊതുവേദിയായ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വളരെ കാലികമായ ഒരു വിഷയത്തെ പറ്റി ഈ സായാഹ്നത്തില് വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു ചർച്ചകൾ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. ലോകം അസമാധാനത്തിന്റെ ഭീതിയിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തെ രാജ്യങ്ങൾ തമ്മിലെ ആയുധപ്പുരകൾ വർദ്ധിപ്പിക്കുന്നതിനും ആയുധ കച്ചവടം നടത്തുന്നതിനുള്ളതായ വലിയ ഒരു വ്യാപാരത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും മനുഷ്യൻ വെടി തുറക്കുന്നത്, പത്രദൃശ്യ മാധ്യമങ്ങൾ കാണുന്നത് അക്രമങ്ങളുടെയും മറ്റ് കലാപങ്ങളുടെയും വാർത്തകളിലൂടെ കടന്നുകൊണ്ട് ലോകത്തെ ഭീതിതമായ ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറയുന്ന ഭാരതീയമായ ദർശനം വളരെ പ്രസക്തിയുള്ള ഒന്നാണ്. സർവ്വലോകങ്ങൾക്കും ശാന്തി ഉണ്ടാകട്ടെ, സന്ദേശം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, അതാണ് ഭാരതീയമായിട്ടുള്ള ഒരു ചിന്താഗതി. ഇവിടെ ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്തതായ വിഷയം പശ്ചിമേഷ്യയിൽ നടക്കുന്നതായ ആ യുദ്ധത്തെ പറ്റിയുള്ള വിഷയങ്ങളാണ്. അവിടെ ആ പശ്ചിമേഷ്യൻ വിഷയത്തിലെ അതിന്റെ കാലികമായിട്ടുള്ള പ്രസക്തിയെ പറ്റിയും അതിന്റെ പശ്ചാത്തലങ്ങളെ പറ്റിയും അഭിനന്ദ തിരുമേനി ഉൾപ്പെടെ പ്രൊഫസർ വിജയ് സാർ ഉൾപ്പെടെ ടി ഒ എബ്രഹാം സാർ ഉൾപ്പെടെ എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് നാമേ പണിയൊന്നാകും നരകവും എന്ന് പറയാം. ഈ ലോകത്തിലെ മനുഷ്യന്റെ വാസത്തിന് ഉപയോഗപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആവാസ വ്യവസ്ഥയെ തട്ടിവളിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യരാജ്യം തുടച്ചു നിൽക്കുവാൻ മാത്രമേ യുദ്ധം സാധ്യമാകുള്ളൂ. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും നമുക്ക് നൽകിയതായ പാഠങ്ങൾ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ മറ്റൊരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കുള്ളതായ കാൽവെപ്പ് മാത്രമാണ് ഇത്തരത്തിൽ അശാന്തി എന്നുള്ളത്. അനേക യുദ്ധങ്ങൾ ലോകം കണ്ടുകഴിഞ്ഞു. കൊറിയൻ യുദ്ധം കണ്ടിട്ടുണ്ട്, വിയറ്റ്നാമിൽ നടന്നിട്ടുണ്ട്, ഇന്ത്യ ചൈന യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ പാകിസ്ഥാനിലുള്ള യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. യുദ്ധം കൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. ഒരു ശരീരത്തിന്റെ ഏതൊരു അവയവത്തിന് എവിടെ പ്രശ്നം ഉണ്ടായാലും അത് ശരീരത്തെ മൊത്തം ബാധിക്കും. ലോകത്തെ എവിടെ അസ്വസ്ഥ പോയിന്റുണ്ടായാലും ആ അസ്വസ്ഥത മറ്റ് രാജ്യങ്ങൾക്ക് വ്യാപിക്കുന്നതിന് അധികം സമയം വേണ്ടി വരും. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന അസ്വസ്ഥതയുടെ തീക്കൊള്ളികൾ ഒരു തീഗോളമായി ലോകത്തെ വിഗ്രഹിക്കാൻ മാത്രം കഴിവുള്ള ഒരു രീതിയിലേക്ക് മാറുവാൻ ഒരു സാധ്യതയുണ്ട്. അതിനെ തടയേണ്ടത് സമാധാനം ആഗ്രഹിക്കുന്നതായ വ്യക്തികളിൽ നിന്ന് മാത്രമാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോൾ നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളതായ ഒരു സന്ദേശമാണ്. ഈ അസ്വസ്ഥതകളുടെ നടുവിൽ ക്രിസ്തു പറഞ്ഞു, നിന്നെപ്പോൾ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ തയ്യാറാണ്. എങ്കിൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും മാനസികവും ഇതിനൊരു തയ്യാറാണ്. ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുള്ളൂ. പശ്ചിമേഷ്യയെ സംബന്ധിച്ചുള്ളത് രണ്ടു കൂട്ടരുടെയും കയ്യിൽ ന്യായങ്ങളുണ്ട്, അന്യായങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഹമാസ് കയറി മറ്റവരെ ചൊറിയാനായിട്ട് ശ്രമിച്ചത്. അതിന് തിരിച്ചടി എന്നുള്ള യുദ്ധം പ്രഖ്യാപിച്ചു. എത്രയോ ജീവൻ ഹാനികൾക്ക് കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഈ ആക്രമണങ്ങളും അതുപോലെ തീവ്രവാദങ്ങൾ സൃഷ്ടിക്കുന്നതായ പ്രശ്നങ്ങൾ. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഏറ്റവും ഉയരമുള്ളതായ ആ കെട്ടിടത്തെ ഈ തീവ്രവാദികൾക്ക് നശിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ 5-6 വർഷം മുമ്പ് അമേരിക്കയിൽ പോയപ്പോൾ സന്ദർശിക്കുകയാണ്. എന്തുമാത്രം ആളുകൾ നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. ഇപ്പോഴും പാലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനേക തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിരപരാധികൾ കൊല്ലപ്പെടുന്നു, കുട്ടികൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വരും. ഇതിനൊരു അറിവ് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു കാലികമായ വിഷയം എടുത്ത് ചർച്ച ചെയ്ത് ഒരു അവബോധം വരുത്തുന്നതിന് ഒരുപക്ഷെ നമ്മളോട് ചർച്ച ചെയ്തുകൊണ്ട് ഉദ്യോഗങ്ങളൊന്നും തീരണമെന്നില്ല. പക്ഷേ ഒരു ചെറുവിരൽ അനക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം. ഈ യുദ്ധം കൊണ്ട് ഒരു തരത്തിലുള്ള നേട്ടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ന്യായങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അവസരത്തിലൂടെ കൂടിയിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ള ചുമതലയാണ് ഇതിൽ അർപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിലെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലൊക്കെ കടന്നു പോകട്ടെ. ആദ്യമായിട്ട് ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് പാസ്റ്ററാണ്. തോമസ് പാസ്റ്ററെ ഇത്രയും ചുറുചുറുക്കോടുകൂടി എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഓർഗനൈസ് ചെയ്യുന്നത്, അദ്ദേഹത്തെ അറിയാത്ത ആ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ അദ്ദേഹം കേരളത്തിലെ ഒരു പ്രതിഭയാണ്. അങ്ങനെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇപ്പൊ ചെറിയ ഗ്രൂപ്പാണെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പുകൾ നിങ്ങൾ മറ്റു പരിപാടികൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശയങ്ങളുണ്ട്. അങ്ങനെ ആശയങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഈ മീറ്റിംഗ് ഇത്രമാത്രം പ്രമുഖരെയൊക്കെ പണിനിരത്തിക്കൊണ്ട് നടത്താനായിട്ട്
ഈ യോഗത്തിലുള്ളതായ എല്ലാവരുടെയും നാമത്തിലുള്ളതായിട്ടുള്ള എല്ലാ ആദ്യമായിട്ട് അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ടീച്ചർ കുര്യൻ സാറാണ്. നമ്മളെ സംബന്ധിച്ചുള്ള അദ്ദേഹം നമ്മുടെ വിലപ്പെട്ട മുത്താണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിട്ട് കേരളത്തിൽ നിന്ന് വേറെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്ന രാജ്യസഭ പക്ഷെ കേന്ദ്ര മന്ത്രിസ്ഥാനമായിട്ട് MP-മാരായിട്ടാണെങ്കിലും എല്ലാം രംഗങ്ങളിൽ പ്രക്ഷോഭിക്കാൻ സാധിക്കും. അങ്ങനെ വലിയ കാര്യത്തിൽ അദ്ദേഹം സാമൂഹ്യ രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ എല്ലാവർക്കും സ്നേഹനിധിയായിട്ടുള്ള വ്യക്തിയാണ് പ്രൊഫസർ സാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ യോഗത്തിന്റെ പേരിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്താണ് ഇത്തരത്തിലുള്ളതായ ഒരു സാഹചര്യം ഒരുക്കുന്നതാണ്. യുവത്വം തൊഴിലിരിക്കുന്ന ഒരു പുത്രപോലത്തെ ഞാൻ പല ഞങ്ങളുടെ സമുദായത്തിന്റെ മെറിറ്റ് അവാർഡ് ഉൾപ്പെടെ പല പരിപാടികളിൽ ഞങ്ങൾ അവരോട് സംബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് നേരത്തെ ഞാൻ ഈ പ്രവർത്തന ചെയ്യാനെ പറ്റി അറിയാം. വളരെ ചോദ്യങ്ങളോടുകൂടി പ്രദേശത്തിന്റെ പ്രകാശം ദീപമായിട്ട് വളർന്നിരിക്കാനായിട്ട് ഇനി വരും കാര്യങ്ങളിലും അഭിവൃദ്ധിക്ക് വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാ തലത്തിലും ഈ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകിയ ശ്രീ G.O. ഏബ്രഹാം തോട്ടത്തിലാണ്. ഞങ്ങളെ ആഗോള ജ്ഞാനായ സമുദായത്തിന്റെ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. മുമ്പ് ഒരു കമ്മിറ്റി മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതായ സമുദായ വികസന പദ്ധതികൾക്ക് ആഗോള തലത്തിലുള്ള ജനപ്രതിനിധികളെ അംഗീകാരം കൊടുത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു ജനങ്ങളുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ വലിയ അംഗീകാരം നേടി അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ സാമുദായിക രംഗങ്ങളിലെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് ശ്രീ G.O. ഏബ്രഹാം എന്ന കോട്ടത്തിൽ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോടെ യോഗത്തിന്റെ പേരിലുള്ളതായ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മൾ പോയി നക്കീരമൺ കാളിദാസൻ പ്രവർത്തിപ്പാട് ലോകക്ഷേമ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനും വളരെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ മത സമസ്യകളും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് അറിയിക്കാറുണ്ട്. അദ്ദേഹത്തോടായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ലോക സമാധാനത്തിനായുള്ള പ്രാർത്ഥന നടത്തിയ P.A. ഏബ്രഹാം അച്ഛനെ ഞങ്ങളുടെ ജ്ഞാനായ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഗവൺമെന്റായിട്ട് സഭ കൂടി അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. നമ്മുടെ കലശ്ശേരി അടുത്ത് അച്ഛന്റെ വീട് ബഹുമാനപ്പെട്ട അച്ഛന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അർപ്പിക്കുന്നു. ആശംസാ പ്രസംഗങ്ങൾ നടത്താനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് റവറന്റ് ഫാദർ M.C. സക്കറിയ മധുരംകോട്ട് ചിങ്ങവനം കൊത്തപ്പള്ളിയുടെ വികാരിയാണ്. ഞങ്ങളുടെ ജ്ഞാനായ അസോസിയേഷന്റെ വൈദിക ട്രസ്റ്റിയായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം തെരഞ്ഞെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിനുള്ളതായ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ശ്രീ തോമസ് മാമൻ പുത്തൻപുരയ്ക്കൽ അദ്ദേഹം ഒരേക്കർ സ്ഥലം ഇവിടെ റാന്നിയിലെ ഒരു ഭവന നിർമ്മാണത്തിന് വേണ്ടി ധ്യാനം ചെയ്തു. ആ ചടങ്ങിൽ ഞാൻ പോയി സംബന്ധിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനുള്ളതായി നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീ രാജൻ കർണാട്ട ഇവിടെ ആരാധനായിട്ടുണ്ട്. നമ്മുടെ സാന്നിധ്യം കൊണ്ട് വളരെ വിലപ്പെട്ട ശ്രീ രാജൻ കർണാട്ടിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ തന്നെ ശ്രീ ജോണി കുതിരോട്ട് നമ്മുടെ തോമസ് കുതിരോട്ട് സാറിന്റെ മോനാണ്. ഈ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇവിടെ വിളങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിനുള്ളതായ നന്ദി പ്രത്യേകമായി അറിയിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് ഏബ്രഹാം മാത്യു പണിച്ചിമുട്ടില് നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാവുന്നതാണ്. KCCയുടെ സെക്രട്ടറി കൂടി ആയിരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് ഏബ്രഹാം മാത്യു പണിച്ചിമുട്ടിൽ അദ്ദേഹത്തിനുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഡോക്ടർ ഷിബു ഉമ്മൻ പ്രഥമ സഭയിലെ വൈദിക സെലക്ഷൻ കമ്മിറ്റിയിലെ എന്റെ പ്രിയ സുഹൃത്താണ്. ശ്രീ ഷിബു ഉമ്മൻ അദ്ദേഹത്തിന് ഒരു സാധനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പോവുകയുണ്ടായി. ഡോക്ടർ ഷിബു ഉമ്മനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ തോമസ് ഊട്ടി തേവർപുരിയിൽ അദ്ദേഹം പോയോ ജ്ഞാനായ കമ്മിറ്റി അംഗമാണ്. ശ്രീ സാധു കണ്ണാട്ടിപ്പൊഴി ഇതുമൊക്കെ പറഞ്ഞിരുന്നു. ശ്രീ തോമസ് ഊട്ടി സാധു കണ്ണാട്ടിപ്പൊഴി അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ജ്ഞാനായ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ശ്രീ മാത്യു തേക്കുംകോട്ടിൽ ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തോടുള്ളതായ പ്രത്യേക നന്ദിയുമായി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ആലിച്ചൻ ഈപ്പൻ ഫിലിം ഒരു പ്രമുഖ ചിത്രകാരി കൂടിയാണ്. കലശ്ശേരി സ്വദേശിയാണ്.
ശ്രീമതി ഗ്രേസി ഫിലിപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റേക്കാട്ടെ ശ്രീ ഉതുപ്പാട് ജോസഫ്, കമ്മിറ്റി അംഗമാണ് ശ്രീ കെ എം കുന്നൂസ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ബിരുദത്തിന്റെ ഉടമയാണ്. ജയിച്ചതായ പുസ്തകം കഴിഞ്ഞ ദിവസം ഇവിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ശ്രീ ആദിത്യരാമന്, കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന ശ്രീ ആദിത്യരാമന് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിൽ സോമസുട്ടി മാസ്റ്ററോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സജീവ പ്രവർത്തകരാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളും SCB ഈ പറ്റുന്നതിനുള്ള അറമായ ഈ പരിപാടികളൊക്കെ ചിത്രീകരിച്ച് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ, SCB ചാനൽ ഷെറി തുടങ്ങി എല്ലാവരോടുള്ളതായ ഈ ചടങ്ങ് എത്രമാത്രം ഗംഭീരമാക്കി സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികളോടുള്ളതായി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ചുരുക്കി നമ്മളിനി പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ആശീർവാദം പറയാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട റവറന്റ് ഫാദർ MC സെക്രട്ടറി മലയപ്പട്ടത്തെ പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട അഭിമന്യ തിരുമനസ് ആശീർവാദം പറയുകയും ചെയ്യും. നാം വളരെ അനുഗ്രഹീതമായ ഒരുപാട് പരിമിതികളുണ്ട്. എന്തെങ്കിലും പരിമിതികൾ പരാജയങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തിരുമനസിനോട് രക്ഷപ്പെട്ടിരിക്കും. കാരണം എനിക്ക് വയ്യാതെ ഇന്നാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. വളരെ പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, സുവിശേഷം എന്നുള്ളതായി ഇസ്രായേലിന്റെ അയൺ തോണിനെ ഒരുപക്ഷെ ഹമാസിനെ വെട്ടിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ കഴിയും. പക്ഷേ കുഞ്ഞാടിന്റെ രക്തത്തിൽ മറയപ്പെട്ട തന്റെ മക്കളെ ഒരു ശക്തിക്കും തൊടാൻ കഴിയത്തില്ല. അത്യുന്നതന്റെ ചിറകടിയിലും സർവശക്തന്റെ മുകളിലും പാർക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണമുള്ള തന്റെ മക്കളെ തൊടുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന നിരതമായ മുന്നേറ്റം നടത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. ഈ സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇവിടെ വരുവാൻ തക്കവണ്ണം ലോക സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നിങ്ങളെ ക്രമീകരിച്ച വലിയ കൃപയ്ക്കായിട്ട് നാം സ്തുതിക്കുന്നു. ഇതിൽ സംബന്ധിച്ച് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പശ്ചിമേഷ്യയിൽ സമാധാനം സംജാതമാകുവാൻ അവിടുന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായി അവിടുന്ന് അനുഗ്രഹിക്കുന്നതിൽ കരുണയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്ക് പിതാവിനും പരിശുദ്ധമായ വിശുദ്ധ സ്തോത്രം സമർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. നമ്മുടെ ഈ ലോക രാഷ്ട്രങ്ങളുടെ മേലും അവരുടെ പ്രവർത്തനങ്ങളുടെ മേലും യുദ്ധങ്ങളുടെ മേലും സമാധാനപ്രിയരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെ മേലും അവിടുന്ന് വർഷിക്കുമാറാകണമേ. എല്ലാവരും